ഹായ് ഓൾ. ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിന്റെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 26 മുതലാണ് ഇനി നമ്മൾ പാർട്ട് 2 തുടങ്ങുന്നത്. സോ എന്താണ് 26ൽ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഇസ് ട്രീറ്റഡ് ആസ് ധർമ്മ ആസ് ഇറ്റ് ഹെൽപ്സ് ടു ലീഡ് ദ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് സൊസൈറ്റി. Second one, administrative law is in favor of the concept of growth with liberty for making society as civilized. Third ആണ്, administrative law does not have any role on private sector as administrative law is not treated as means to an end. സോ ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്, തേർഡ് വൺ ആണ് കറക്റ്റ് അല്ലാത്തത്. സോ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്? ഓൺലി 1 and 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഇസ് ട്രീറ്റഡ് ആസ് ധർമ്മ ആസ് ഇറ്റ് ഹെൽപ്സ് ടു ലീഡ് ദ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് സൊസൈറ്റി. സോ അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ബേസിക് ഐഡിയ എന്താണ്? ഇപ്പോ ഈ പറയുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും പബ്ലിക്കിന് പറ്റാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ പബ്ലിക്കിനെതിരെയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആൾക്കാരാണല്ലോ ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? അത് അഡ്രസ് ചെയ്യാൻ പറ്റും. കോർട്ടിന് മുന്നിൽ നമുക്കത് അഡ്രസ് ചെയ്യാൻ പറ്റും. ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ് നമുക്ക് അതിനകത്തുള്ള പ്രൊവിഷൻസ് തരുന്നത്. സോ ബേസിക്കലി ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? ജസ്റ്റിസ്, ഫെയർനെസ് ആൻഡ് ഡിസിപ്ലിൻ ഇൻ ഗവർണൻസ്, സിമിലർ ടു ദി കോൺസെപ്റ്റ് ഓഫ് ധർമ്മ ഇൻ ഇന്ത്യൻ ഫിലോസഫി. ഇന്ത്യൻ ഫിലോസഫിയിൽ ധർമ്മ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് സിമിലർ ആയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോവും നിൽക്കുന്നത്. വിച്ച് മെയിൻറ്റെയിൻസ്, ധർമ്മ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഓർഡറും അതായത് എല്ലാവരും അച്ചടക്കത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഇൻജസ്റ്റിസ് ചെയ്താൽ അത് മാറ്റി നിർത്തി അങ്ങനെയല്ല, ജസ്റ്റിസ് കൊണ്ടുവരണം എന്നുള്ളൊരു ഉദ്ദേശമാണ്. സോ നമുക്ക് എല്ലാ രീതിയിലും വേണം. ഇപ്പം ഒരു സിറ്റിസൺ മറ്റൊരു സിറ്റിസന് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അതിനെതിരെ കുറെ റൂൾസ് ഉണ്ട്. ഓൾസോ അതുപോലെ തന്നെ ഗവൺമെന്റ് സിറ്റിസൺ എന്തെങ്കിലും ചെയ്താൽ അതും എനാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യാനോ നമുക്ക് റൂൾസ് വേണം. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ വഴി തരുന്നത്. സോ ഇറ്റ് എയിംസ് ടു ബാലൻസ് ദ പവേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് സിറ്റിസൺസ് റൈറ്റ്. അതായത് സിറ്റിസന്റെ റൈറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോ എൻഫോഴ്സ് ചെയ്യുന്ന വഴി ഗവൺമെന്റ് ഒരു സിറ്റിസന്റെയും റൈറ്റ് തടയാനോ അല്ലെങ്കിൽ റൈറ്റിനെതിരെ പ്രവർത്തിക്കാൻ പാടില്ല. സോ ത്രൂ ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ നമുക്കത് എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് സെന്റൻസ് കറക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റും. എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ട്രീറ്റഡ് ആസ് ധർമ്മ ആസ് ഇറ്റ് ഹെൽപ്സ് ടു ലീഡ് ദ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് സൊസൈറ്റി തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എൻഷുർ ചെയ്യാൻ നോക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ഇൻ ഫേവർ ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് വിത്ത് ലിബർട്ടി ഫോർ മേക്കിംഗ് സൊസൈറ്റി സിവിലൈസ്ഡ്. അതും കറക്റ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ പ്രൊമോട്ട്സ് ഗ്രോത്ത് വിത്ത് ലിബർട്ടി. ലിബർട്ടി എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീഡം ആണ് ലിബർട്ടി എന്ന് വെച്ചാൽ. സോ നമുക്ക് സിറ്റിസൺസിന് വളരാനുള്ളൊരു ഇതും തരുന്നുണ്ട്, ഒരു സ്പേസും തരുന്നുണ്ട്, വിത്ത് ഫ്രീഡവും തരുന്നുണ്ട്. മീനിങ് ഇറ്റ് അലോസ് ദ സ്റ്റേറ്റ് ടു ഫംഗ്ഷൻ ഇഫക്റ്റീവ്ലി വൈൽ എൻഷുറിംഗ് ദാറ്റ് സിറ്റിസൺസ് ഫ്രീഡം ആർ പ്രൊട്ടക്റ്റഡ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ നാട്ടില് അലോസ് ദ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇഫക്റ്റീവ്ലി, സ്റ്റേറ്റിന് മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്യാനുള്ള ഒരു സ്പേസും കൊടുക്കുന്നുണ്ട്, ആ ഒരു ഗ്രോത്തും കൊടുക്കുന്നുണ്ട്. അലോങ് വിത്ത് ദാറ്റ് എന്തും അവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്? സിറ്റിസൺസിന്റെ ഫ്രീഡം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും എൻഷുർ ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങളും എന്ത്? ത്രൂ ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഇറ്റ് എൻഷുർ ദാറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് ആർ നോട്ട് ആർബിട്രറി ആൻഡ് ദാറ്റ് ഡെവലപ്മെന്റ് ഹാപ്പൻസ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ലോ. അതായത് ഡെവലപ്മെന്റ് നടന്നാലും ഈ ലോന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അൺലോഫുൾ ആയിട്ടോ അല്ലെങ്കിൽ അൺജസ്റ്റ് ആയിട്ടോ ഒന്നും നടക്കരുത്. എന്ത് ഡെവലപ്മെന്റ് നടന്നാലും അത് ലോ പറയുന്ന പ്രകാരമായിരിക്കണം.
എന്നുള്ള കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ വരുന്നുണ്ട്. അപ്പം ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ഇൻ ഫേവർ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് വിത്ത് ലിബർട്ടി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ വരുന്നത് ഫോർ മേക്കിംഗ് എന്ത് സൊസൈറ്റി സിവിലൈസ്ഡ്. ഇനി നമ്മൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഡസ് നോട്ട് ഹാവ് എനി റോൾ ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. കാരണം എന്താ വെച്ചാല് ഓൾദോ പ്രൈമർലി കൺസേൺഡ് വിത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻ ഇൻഫ്ലുവൻസ് ദ പ്രൈവറ്റ് സെക്ടർ. ദേ ക്യാൻ ഓൾസോ ഇൻഫ്ലുവൻസ് ദ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറും അഡ്മിനിസ്ട്രേറ്റീവ് ലോന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി വെൻ പ്രൈവറ്റ് എൻറ്റിറ്റീസ് പെർഫോം പബ്ലിക് ഫങ്ഷൻ. അതായത് ചില പ്രൈവറ്റ് എൻറ്റിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈവറ്റ് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ലൈസൻസിങ്, റെഗുലേഷൻ, പബ്ലിക് യൂട്ടിലിറ്റി മാനേജ്മെന്റ്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ചില പ്രൈവറ്റ് എൻറ്റിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലൊക്കെ ആർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ആർക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും? അഡ്മിനിസ്ട്രേറ്റീവ് ലോന് ഇത് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് എന്നുള്ളത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഡസ് നോട്ട് ഹാവ് എനി റോൾ ഇൻ ദ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബിക്കോസ് പ്രൈവറ്റ് സെക്ടറിലും അല്ലെങ്കിൽ പ്രൈവറ്റ് എൻറ്റിറ്റീസ് പെർഫോമിംഗ് പബ്ലിക് ഫങ്ഷൻ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലോന് റോൾ ഉണ്ട്. സോ ഇതിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 27th ക്വസ്റ്റ്യൻ. Which of the following statement is or are not correct about the impermissible delegation? കറക്റ്റ് അല്ലാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോട്ട് കറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ ഫ്രെയിമിംഗ് ഓഫ് റൂൾസ്, മോഡിഫിക്കേഷൻ, മൂന്നാമത്തത് റെട്രോസ്പെക്റ്റീവ് ഓപ്പറേഷൻ ആസ് വെൽ ആസ് എസെൻഷ്യൽ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ. അപ്പം ഇംപെർമിസിബിൾ ഡെലിഗേഷനകത്ത് വരാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് ഏതാ വരാത്തത്? ഫസ്റ്റ് വൺ ഒൺലി സി മാത്രമാണ്. സി ആണ് വരുന്നത്. ഒൺലി 1 ആണ് എന്ത് വരാത്തത്? ഇൻപെർമിസിബിളിനകത്ത് വരാത്തതായിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. കാരണം ഇത് കുറച്ച് കാണുമ്പോൾ അത് നമുക്ക് ട്രിക്കി ആയിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് എന്താണ്? ഫ്രെയിമിംഗ് ഓഫ് റൂൾസ്. ഇതെന്താ ശരിക്കും? ഇതൊരു പെർമിസിബിൾ ഡെലിഗേഷൻ ആണ്, ഇംപെർമിസിബിൾ ഡെലിഗേഷൻ അല്ല. സോ ഇംപെർമിസിബിൾ ഡെലിഗേഷനകത്ത് കറക്റ്റ് ആയിട്ട് വരാത്തത് ഏതായിരിക്കും? പെർമിസിബിൾ ഡെലിഗേഷനകത്ത് വരുന്നത് കൊണ്ടാണ് അത് അവിടെ ഇംപെർമിസിബിൾ ഡെലിഗേഷനിൽ കറക്റ്റ് അല്ലാത്തത്. സോ the legislature can delegate the power to frame rules. അതറിയാലോ, ഈ പറഞ്ഞ ലെജിസ്ലേച്ചർ കുറച്ച് റൂൾ മേക്കിംഗ് പവേഴ്സ് ആർക്ക് കൊടുക്കുന്നുണ്ട്? എക്സിക്യൂട്ടീവിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അതിന് ഡെലിഗേറ്റീവ് പവർ എന്ന് പറയുന്നത്. എന്തൊക്കെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പവർ കൊടുക്കുന്നത്? റൂൾസ്, റെഗുലേഷൻസ്, ഓർഡേഴ്സ് അതൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ആൻഡ് പോളിസി. പക്ഷെ അവിടെ ഒരു ചെറിയ ഇതുണ്ട്. എന്താ വെച്ചാല് ഈ ഗവൺമെന്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ കൊടുക്കുന്ന സമയത്ത് ഫുൾ പവർ കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഫുൾ അതോറിറ്റി ഈ പറഞ്ഞ എക്സിക്യൂട്ടീവിന് കൊടുക്കാൻ പാടില്ല. ബിക്കോസ് എക്സിക്യൂട്ടീവിന്റെ പ്രൈമറി ജോബ് അല്ല ലോ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ ജോലി ഞാൻ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നേരം ഞാൻ എന്റെ ഫുൾ ജോലി അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ച അത്ര ശരിയാവില്ല. ബിക്കോസ് ഞാൻ ചെയ്യേണ്ട പണിയാണത്. അത് മൊത്തത്തിൽ ഒരു എന്താ പറയുക സൂപ്പർവിഷനും ഇല്ലാതെ അയാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ നടക്കാൻ സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടായിരിക്കണം എന്താ പറയുന്നത് ലെജിസ്ലേച്ചർ ഫുൾ പവർ കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ വെറുതെ ഓക്കെ നിങ്ങൾ ഇതിങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് കൊടുക്കല്ല, പകരം ഗൈഡൻസും പോളിസിയും കൊടുക്കണം. ഗൈഡൻസും പോളിസിയും കൊടുത്ത കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് ആ ഒരു ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറഞ്ഞ റൂൾസും റെഗുലേഷൻസും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദിസ് ഈസ് നോട്ട് ഇംപെർമിസിബിൾ അല്ല, വിച്ച് മീൻസ് ഇതൊരു പെർമിസിബിൾ ഡെലിഗേഷൻ ആണ്. എന്ത്? ഫ്രെയിമിംഗ് ഓഫ് റൂൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർമിസിബിൾ ഡെലിഗേഷൻ, പെർമിറ്റ് ചെയ്തിട്ടുള്ള ഡെലിഗേഷൻ ആണ്. ഇംപെർമിസിബിൾ ഡെലിഗേഷൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, അതായത് എക്സിക്യൂട്ടീവിന് പറ്റാത്ത കാര്യങ്ങളാണ് ഈ പറയണ ഇംപെർമിസിബിൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. പെർമിസിബിൾ ഡെലിഗേഷനിലോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്രെയിമിംഗ് ഓഫ് റൂൾസ് എന്താണ്? അവർക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ രണ്ടാമത് നോക്കുന്നത് മോഡിഫിക്കേഷൻ ആണ്. മോഡിഫിക്കേഷൻ എന്താ? പറ്റാത്തൊരു കാര്യമാണ്, അത് ഇംപെർമിസിബിൾ ആണ്. ഗിവിംഗ് പവർ ടു മോഡിഫൈ ഓർ അമെൻഡ് ദ പാരന്റ് ആക്ട് ഇറ്റ്സെൽഫ്. അതായത് കറക്റ്റ് പാരന്റ് ആക്ട്, ഒരു പാരന്റ് ആക്ടിനെ അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാന്ന് വെച്ചാൽ
ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ ഒരു ആക്ട് ആയിരിക്കും അത് എക്സിക്യൂട്ടീവ് കയറി മോഡിഫൈ ചെയ്യാന്ന് വെച്ചാൽ അത് പെർമിസിബിൾ ആണോ? അല്ല, അത് ഇംപെർമിസിബിൾ ആണ്. സോ ഇറ്റ് ഇസ് ഇംപെർമിസിബിൾ ആൻഡ് നോൺ ആസ് ഹെൻറി എയ്റ്റ് ക്ലോസ്. ഹെൻറി എയ്റ്റ് ക്ലോസ് എന്ന് വെച്ചാൽ ഹെൻറി എയ്റ്റ് എന്ന് പറയുന്നത് ഒരു രാജാവായിരുന്നു. ഐ തിങ്ക് ഇംഗ്ലണ്ടിലുള്ള ഒരു രാജാവായിരുന്നു. ആൻഡ് മൂപ്പര് ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാളായിരുന്നു. ഓക്കെ, മൂപ്പരായിട്ട് ഒരു തീരുമാനവും എടുക്കത്തില്ല. എല്ലാ പവേഴ്സും ഇങ്ങനെ താഴെയുള്ള മന്ത്രിമാർക്ക്, അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ താഴെയുള്ള മിനിസ്റ്റേഴ്സ്, അവർക്കൊക്കെ ഫുൾ പവർ കൊടുത്തിട്ട് ഓക്കെ നിങ്ങൾ ആ റൂൾസ് ഉണ്ടാക്കിക്കോ, ഈ റൂൾസ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് ഫുൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പം മൂപ്പര് ഒരു നെഗറ്റീവ് ആയിട്ടാണ്, ഡെഡിക്കേറ്റഡ് ലെജിസ്ലേഷന്റെ ഒരു നെഗറ്റീവ് ആയിട്ടാണ് മൂപ്പരെ കാണുന്നത്. കാരണം അത്രയും പവർ താഴെയുള്ള ആൾക്കാർക്ക് കൊടുക്കരുത്, കുറച്ച് കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ റൂൾസും റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിലൊക്കെ. സോ അതുകൊണ്ടാണ് അതിനെ ഹെൻറി എയ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. കാരണം ഹെൻറി എയ്റ്റ് ഭയങ്കരമായിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കായിരുന്നു. സോ അതുകൊണ്ടാണ് മോഡിഫിക്കേഷൻ പറ്റില്ല. കാരണം ഒരു പാരന്റ് ആക്ട് ആരുണ്ടാക്കിയതാണ്? ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയതാണ്. അത് ഈ എക്സിക്യൂട്ടീവിന് ഡയറക്റ്റ് ചെയ്ത് മോഡിഫൈ ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് അത് ഇംപെർമിസിബിൾ ആക്കിയത്. ഇനി നമ്മൾ തേർഡ് നോക്കുകയാണെങ്കിൽ റെട്രോസ്പെക്റ്റീവ് ഓപ്പറേഷൻ ആൻഡ് എസെൻഷ്യൽ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ്. അതും ആർക്ക് പറ്റില്ല? ഈ പറഞ്ഞ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ വഴി പറ്റില്ല. കാരണം റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ ഇന്നൊരു റൂൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റ് നാളെ മുതലാണോ അതോ ഇന്നലെ മുതലായിരുന്നോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ ലോയിൽ തന്നെ പറയും. ഐ മീൻ ആ ഇറക്കുമ്പോൾ തന്നെ റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ആണെങ്കിൽ എടുത്ത് പറയും. ഓക്കെ, ഈ ഒരു റൂൾ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിന് ഇന്നലെ നിങ്ങൾ ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിന് കുറ്റവാളിയാണ് എന്നുള്ളൊരു കാര്യം പറയുന്ന ഒരു പവർ ഉള്ളതാണ് ഈ റെട്രോസ്പെക്റ്റീവ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ അത് ആരാ പറയേണ്ടത്? ലെജിസ്ലേച്ചർ ആണ് പറയേണ്ടത്. ഒരിക്കലും ഈ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത എക്സിക്യൂട്ടീവിന് പറയാൻ പറ്റില്ല ഓക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു റൂള് നിങ്ങൾ ആ ഒരു കുറ്റം ഇന്നലെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പണിഷബിൾ ആണ് എന്നുള്ളത് ആർക്ക് പറയാൻ പറ്റില്ല എന്നാ പറയുന്നത്? എക്സിക്യൂട്ടീവിന് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് റെട്രോസ്പെക്റ്റീവ് ഓപ്പറേഷനും അതുപോലെ തന്നെ എസെൻഷ്യൽ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് അതൊക്കെ എക്സിക്യൂട്ടീവിന് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതൊക്കെ ലെജിസ്ലേച്ചർ തന്നെ ചെയ്യേണ്ട പണികളാണ്. സോ ഈ പറഞ്ഞ എസെൻഷ്യൽ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ലേയിങ് ഡൗൺ പോളിസി, ഒബ്ജക്റ്റീവ്സ് എക്സെട്ര, അതൊന്നും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് ഇംപെർമിസിബിൾ ആണ്. അതുകൊണ്ട് അതും കറക്റ്റ് ആണ്. ദെയർഫോർ ഓപ്ഷൻ 1 എന്താണ്? പെർമിസിബിൾ ആയിട്ടുള്ളൊരു റൂളാണ്. ദെൻ ഓപ്ഷൻ 2ഉം 3 നോക്കുമ്പോൾ അത് രണ്ടും ഇംപെർമിസിബിൾ ആണ്. സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇംപെർമിസിബിൾ അല്ലാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which of the following statement is or are correct about the modern concept of rule of law? Modern concept of rule of lawയിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലോ ആൻഡ് ഓർഡർ. സെക്കൻഡ് വൺ, ഫെയർനെസ് ആൻഡ് എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിഷൻ. തേർഡ് വൺ, ഫ്ലെക്സിബിൾ റൂൾസ് ആൻഡ് എക്സ്ക്ലൂഷൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ. അത് ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്? എ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. ഈ ആദ്യത്തെ 1 and 2 കറക്റ്റ് ആണ്. തേർഡ് 1 is wrong. യെസ്, എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വൈ? ദ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ എന്താണ് പറയുന്നത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തെ ലോ ആൻഡ് ഓർഡർ, ദാറ്റ് ഗവൺമെന്റ് മസ്റ്റ് ഫങ്ഷൻ അക്കോർഡിംഗ് ടു ലോ ആൻഡ് നോട്ട് ആർബിട്രറി പവർ. ഗവൺമെന്റ് എങ്ങനെയായിരിക്കണം ഫങ്ഷൻ ചെയ്യുന്നത്? ലോ അനുസരിച്ചിട്ടായിരിക്കണം ഫങ്ഷൻ ചെയ്യേണ്ടത്. ലോ ആൻഡ് ഓർഡർ, അതായത് ആർബിട്രറി പവർ, എക്സസീവ് പവർ അവർക്ക് കൊടുക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. സോ നോട്ട് ആർബിട്രറി പവർ അല്ല അവർക്ക് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ലോ ആൻഡ് ഓർഡർ എന്താണ്? കറക്റ്റ് ആണ്. നെക്സ്റ്റ് ആണ് ഫെയർനെസ് ആൻഡ് എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിഷൻ. അതൊക്കെ നമ്മുടെ ലോ ആൻഡ് ഓർഡറിന്റെ ഒക്കെ ബേസിക് സാധനങ്ങളാണ് അല്ലെ. ഫെയർ ആയിരിക്കണം, അതുപോലെ തന്നെ ഡിസ്ക്രിഷൻ ഉണ്ടാവാൻ പാടില്ല, ആരോടും ഒരു ഡിസ്ക്രിഷൻ കാണിക്കാൻ പാടില്ല. Fairness, justice and absence of arbitrary discretion are central to the rule of law. Rule of law ന്റെ സെൻട്രൽ കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. However, flexible rules and exclusion of judicial review, അതും ഒരു കൈൻഡ് ഓഫ് ബേസിക് സാധനമാണ്. എന്ത് ഫ്ലെക്സിബിൾ റൂൾസ് ആയിരിക്കണം, അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ പാടില്ല എന്നുള്ളത്. ഫ്ലെക്സിബിൾ റൂൾസ് ആവാൻ പാടുണ്ടോ? കാരണം ആൾക്കാർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റൂൾസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ റൂൾസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ judicial review മാറ്റാന്ന് വെച്ചാൽ that is also not possible. This goes against the concept of rule of law ആണ്. കാരണം judicial review is a core principles ensuring accountability of administrative action. Administrative action കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്, ഗവൺമെന്റ് കറക്റ്റ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത്
എന്നുള്ളത് ആര് ഗവേൺ ചെയ്യണം? ഈ പറഞ്ഞ ജുഡീഷ്യറി ഗവേൺ ചെയ്യണം. കാരണം ആരും ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്, എന്നെ നോക്കാൻ ആരുമില്ല, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ആത്മാർത്ഥത ഉണ്ടാവും. പക്ഷെ ലേറ്റർ ഓൺ ഞാൻ എന്താണ് ചിലപ്പോൾ ഉഴപ്പാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് കൊടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും വരാൻ പാടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്ത് വേണം? എന്റെ മേലൊരാള് കണ്ണ് വെക്കാണ്, അതായത് എന്നെ നോക്കാൻ മേളിലൊരാൾ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. സോ അതുകൊണ്ടാണ് പറഞ്ഞത് എക്സ്ക്ലൂഷൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഒന്നും ഈ പറഞ്ഞ റൂൾ ഓഫ് ലോയിൽ വരില്ല. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which of the following statement is or are correct about writ of mandamus can be issued? കറക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഒരു റിറ്റ് ആണ്. റിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരെങ്കിലും വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിലോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിലോ ആർട്ടിക്കിൾ 32 വഴി സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 226 വഴി നമുക്ക് ഹൈക്കോർട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? റിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരെണ്ണാണ് ഈ പറഞ്ഞ മാൻഡമസ്. മാൻഡമസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അതോറിറ്റി ഒന്നെങ്കിൽ അവരുടെ ജുറിസ്ഡിക്ഷൻ അപ്പുറം കിടന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി അവർ ചെയ്തിട്ട് കോടതി ഒന്ന് പറയണം അവരോടത് ചെയ്യാന്ന് പറയുമ്പോൾ കോടതി അവരോട് പറയും ഒന്നെങ്കിൽ അത് ചെയ്യാനുള്ള അവകാശം ഇല്ല എന്നുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് പറഞ്ഞോളും. സോ അതിനാണ് നമ്മൾ മാൻഡമസ് റിറ്റ് ഫയൽ ചെയ്യുന്നത്. സോ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. എറർ ഓഫ് ജുറിസ്ഡിക്ഷൻ ആസ് വെൽ ആസ് ലാക്ക് ഓഫ് ജുറിസ്ഡിക്ഷൻ. രണ്ടാമത്തത്, jurisdiction is irrelevant for writ of mandamus to issue. Third one, violation of principles of natural justice. ഇതിനകത്ത് 1ഉം 3ഉം കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് അല്ലാത്തത്. സോ സി അല്ലേ 1ഉം 3ഉം പറയുന്നത്? യെസ്, സി ആണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. റിറ്റ് ഓഫ് മാൻഡമസ് is issued by a higher court. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഒരു ഹയർ കോർട്ടാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ടു എ പബ്ലിക് അതോറിറ്റി ഓർ ഗവൺമെന്റ് ഓഫീസർ. ഒരു പബ്ലിക് അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസറിനോ ആയിരിക്കും എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? മാൻഡമസ് ഇഷ്യൂ ചെയ്യുന്നത്. ടു പെർഫോം എ പബ്ലിക് ഓർ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി that they have failed or refused to perform. ഒരു പബ്ലിക് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി അവർ ചെയ്യേണ്ട ഒരു പബ്ലിക് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയുന്നു. അതിനെയാണ് റിട്ട് ഓഫ് മാൻഡമസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഇൻ കേസസ് ഓഫ്, ഏതൊക്കെ കേസിൽ ഇനി റിട്ട് ഓഫ് മാൻഡമസ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് എറർ ഓഫ് ജുറിസ്ഡിക്ഷൻ ഓർ ലാക്ക് ഓഫ് ജുറിസ്ഡിക്ഷൻ ആണ്. അതായത് ഒരു പബ്ലിക് അതോറിറ്റി അവർക്ക് ജുറിസ്ഡിക്ഷൻ ഇല്ലാത്തൊരിടത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? ഈ ബിയോണ്ട് ഇറ്റ്സ് ജുറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് ഇറ്റ്സ് ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞുള്ള കാര്യം വരുന്നത്. സോ ആ ഒരു ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. ആ സമയത്താണ് നമ്മൾ മാൻഡമസ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. തേർഡ് ഓപ്ഷൻ ആണ് വയലേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. when fairness is denied or a duty is not performed properly, അപ്പോഴാണ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. നാച്ചുറൽ ജസ്റ്റിസിൽ എന്താ പറയുന്നത്? ഫെയർനെസ് വേണം, അല്ലെങ്കിൽ എല്ലാവരും അവരുടെ ഡ്യൂട്ടി മര്യാദയ്ക്ക് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് നാച്ചുറൽ ജസ്റ്റിസിൽ പറയുന്നത്. ബട്ട് അതിന് വയലേഷൻ സംഭവിക്കുമ്പോഴാണ് നമ്മൾ റിട്ട് ഓഫ് മാൻഡമസ് കൊടുക്കുന്നത്. സോ ആ ഒരു ഓപ്ഷനും അവിടെ കറക്റ്റ് ആണ്. സോ ഫസ്റ്റ് ആൻഡ് തേർഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ എന്താ? ജുറിസ്ഡിക്ഷൻ ഈസ് ഇർറെലവന്റ് എന്നാണ് സെക്കൻഡ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതെന്താണ്? ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് ജുറിസ്ഡിക്ഷൻ ആണ് ഇതിനകത്തുള്ള കീ ഫാക്ടർ എന്ന് പറയുന്നത്. മാൻഡമസ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു കീ ഫാക്ടർ ജുറിസ്ഡിക്ഷൻ ആണ്. സോ ജുറിസ്ഡിക്ഷൻ ഇർറെലവന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അവിടെ തെറ്റ്. ഓപ്ഷൻ 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 30 ആണ്. Which of the following statement is or are correct about the relationship between natural justice and legal justice? First option, natural justice and legal justice both have presented a watertight classification. Second one, natural justice has been treated in aid of legal justice. Third one, it is also stated that natural justice relieves legal justice from unnecessary technicality, grammatical formalism, or logical fabrication. 2 and 3 ആണ്
കറക്റ്റ് ആയിട്ടുള്ളത്. യെസ്, 2 and 3 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് 1 ആണ് റോങ്. അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. Natural justice and legal justice both have presented a watertight classification. അതെന്താണ്? ഇൻകറക്റ്റ് ആണ്. കാരണം നാച്ചുറൽ ജസ്റ്റിസും ലീഗൽ ജസ്റ്റിസും തമ്മിലൊരു ബന്ധമില്ല എന്നാണ് ആദ്യത്തെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. There is no watertight distinction between natural justice and legal justice. Both are interconnected ആണ്. എന്താണ്? Both are interconnected and natural justice complements legal justice by ensuring fairness. Natural justice എന്ത് ചെയ്യുന്നുണ്ട്? ലീഗൽ ജസ്റ്റിസിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ എൻഷുറിങ് ഫെയർനെസ്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ അവിടെ തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ നാച്ചുറൽ ജസ്റ്റിസ് ഹാസ് ബീൻ ട്രീറ്റഡ് ഇൻ എയ്ഡ് ഓഫ് ലീഗൽ ജസ്റ്റിസ്. അതെന്താണ്? കറക്റ്റ് ആണ്. കാരണം നാച്ചുറൽ ജസ്റ്റിസിനെ ലീഗൽ ജസ്റ്റിസിന്റെ ഒരു എയ്ഡ് ആയിട്ട് കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. Natural justice is considered to be in aid of legal justice. It ensures that law is applied fairly and reasonably. അതായത് ലീഗൽ ജസ്റ്റിസിന് എന്തെങ്കിലും ഒരു കുഴപ്പം വരുമ്പോൾ നമ്മളവിടെ നാച്ചുറൽ ജസ്റ്റിസിനെ എയ്ഡ് ആയിട്ട് ഉപയോഗിച്ചിട്ട് എന്ത് എൻഷുർ ചെയ്യുന്നു? ലോ നമ്മൾ ഫെയർലിയും അതുപോലെ തന്നെ റീസണബിളി ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നു. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി നമ്മൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ it is also stated that natural justice relieves legal justice from unnecessary technicality, grammatical formalism or logical fabrication. അതും കറക്റ്റ് ആണ്. നാച്ചുറൽ ജസ്റ്റിസ് എന്താണ് ചെയ്യുന്നത്? ഫോക്കസസ് ഓൺ ഫെയർനെസ് rather than rigid procedures and technicalities. നാച്ചുറൽ ജസ്റ്റിസ് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഫെയർനെസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ റിജിഡ് പ്രൊസീജിയേഴ്സോ ടെക്നിക്കാലിറ്റീസ് ഒന്നും അല്ല. പകരം ഫെയർ ആണോ ഒരു കാര്യം എടുക്കുന്ന, ഒരു ആക്ട് ചെയ്യുമ്പോൾ അത് ഫെയർ ആണോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. സോ ആ ഒരു തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസേഴ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ BNSലേക്കാണ് നോക്കുന്നത്. ഓക്കെ, 31st ക്വസ്റ്റ്യൻ മുതൽ BNS ആണ്. Attempt to pick the pocket of Z by thrusting his hand into Z's pocket. He fails in the attempt because the pocket is empty. Under the BNS 2023 നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇവിടെ എന്താ സംഭവിച്ചത്? എ സിന്റെ പോക്കറ്റ് അടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എ കൈ സിന്റെ പോക്കറ്റിൽ ഇട്ടു. പക്ഷെ എന്ത് കിട്ടിയില്ല? ഒന്നും അതിനകത്തൊന്നും കിട്ടിയില്ല. അപ്പം പക്ഷെ ഇയാൾ എന്ത് ചെയ്തു? കൈ പോക്കറ്റിൽ ഇട്ടു. അപ്പൊ ഇയാൾ എന്തിന്റെ അണ്ടറിലായിരിക്കും വരാം? A is guilty of attempt to commit theft. B, A is not guilty since no property was stolen. C, A is guilty only of preparation, not attempt. D, A is guilty of causing annoyance but not of theft. അത് കറക്റ്റ് ചെയ്ത ആൻസർ ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. A is guilty of attempt to commit theft ആണ് വരുന്നത്. കാരണം under the BNS, which corresponds to the same principles of section 511 of IPC ഇത് വരുന്നത് section 511 attempt to commit offenses ഈ ഒരു ആക്ട് വരുന്നത്. An attempt is when a person with the intention to commit an offense does an act towards its commission even if the act fails. അതായത് ഇയാൾ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈവൻ ഇഫ് ശ്രമിച്ചു കഴിഞ്ഞിട്ട് സംഭവം ജയിച്ചോ അല്ലെങ്കിൽ പരാജയപ്പെട്ടോ എന്നുള്ളതിൽ കാര്യമില്ല. അയാൾ ആ കാര്യം ചെയ്തോ, കുറ്റകൃത്യം ചെയ്തോ എന്നുള്ളതിലാണ് കാര്യം. അതിനാണ് നമ്മൾ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് എ ഒഫൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? എ ഹാസ് ദ ഇന്റൻഷൻ ടു കമ്മിറ്റ് തെഫ്റ്റ്. എക്ക് എന്തുണ്ട്? മെൻസ്രിയ ഉണ്ട്. മോഷ്ടിക്കണം എന്നുള്ളൊരു മെൻസ്രിയയോട് കൂടിയാണ് ഇയാൾ ഈ കാര്യം ചെയ്തത്. സോ അത് മെൻസ്രിയ എന്നുള്ളത് ടിക്ക് ഇട്ടു. പിന്നെ he thrusts his hand into Z's pocket. This is a direct act towards commission, not merely preparation. പിന്നെ എന്ത് ചെയ്തു? ഇവിടെ എ സിന്റെ പോക്കറ്റിലേക്ക് കൈ ഇട്ടു. അതൊരു ഡയറക്റ്റ് ആക്ട് ആണ്. ജസ്റ്റ് മിയർ പ്രിപ്പറേഷൻ മാത്രം. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ബാക്കിൽ ഇങ്ങനെ പമ്മി പോകുന്നതും അല്ലെങ്കിൽ കൈ ഇടാൻ വേണ്ടി കൈ ഇങ്ങനെ എടുക്കുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രിപ്പറേഷൻ എന്ന് പറയാം. പക്ഷെ ഇവിടെ കൈ ഇട്ടു, വിച്ച് മീൻസ് അവിടെ ഒരു ഡയറക്റ്റ് ആക്ട് നടന്നു. സോ അതുകൊണ്ട് അയാൾ അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും.
Then മൂന്നാമത്തതാണ് the failure. Because the pocket was empty does not remove liability. അതിനകത്ത് പൈസ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അത് എടുത്തേനെ. പോക്കറ്റ് എംറ്റി ആയതുകൊണ്ട് അയാൾക്കൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അയാളെ വെറുതെ വിടാൻ പറ്റില്ല. Attempt to commit offensiന്റെ അണ്ടറിൽ അയാൾ ഗിൽറ്റി ആണ്. Hence, even though no property was taken, the attempt to commit theft is complete. Therefore, A is guilty of attempt to commit theft. Next question ആണ് Z, a station house officer, while investigating a theft case, issues a written order requiring Y, a student and not an accused or witness, to appear at the police station daily for questioning. The law expressly prohibits police officers from requiring attendance of any person unnecessarily at the police station during investigation. Which of the following is correct under section 199 of the BNS 2023? അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ ഓഫീസർ ആണ് ആൻഡ് ഒരു മോഷണത്തിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് വൈ എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് ആണ്. അയാൾ ഒരു അക്യൂസ്ഡോ അല്ലെങ്കിൽ വിറ്റ്നസോ ഒന്നുമല്ല, പകരം ഒരു സ്റ്റുഡന്റ് ആണ്. ഈ വൈനോട് ആവശ്യപ്പെടാണ് നീ ഡെയിലി പോലീസ് സ്റ്റേഷനിൽ വരണം, നിന്നെ ചോദ്യം ചെയ്യാനായിട്ട് ഡെയിലി പോലീസ് സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞു. ആൻഡ് ദർ വാസ് എ ലോ which expressly prohibits police officers from what? From requiring attendance of any person unnecessarily. ആവശ്യമില്ലാതെ ആൾക്കാരെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ലോ എന്ത് ചെയ്യുന്നുണ്ട്? പോലീസ് ഓഫീസേഴ്സിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു എക്സ്പ്രസ് ലോ ആണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് ഈ എക്സ് എന്താ ചെയ്തത്? വൈ എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റിനെ ഡെയിലി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. സോ എക്സ് ഇവിടെ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സ് ഹാസ് കമ്മിറ്റഡ് നോ ഒഫൻസ് ആസ് ഹി ആക്ടഡ് ഇൻ ദി കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അതാണ് ഓപ്ഷൻ എ. എക്സ് കുറ്റമൊന്നും ചെയ്തിട്ടുണ്ടെന്നാണ് എയിൽ പറയുന്നത്. ഓപ്ഷൻ ബി, എക്സ് ഈസ് ലയബിൾ ഫോർ നോയിങ്ലി ഡിസൊബേയിങ് എ ഡയറക്ഷൻ ഓഫ് ലോ that prohibits requiring attendance of persons. Option C, X is only liable for dereliction of duty under police regulations, not criminal law. Option D, X can claim immunity under section 15 for acts done in good faith. That is correct answer right ഉണ്ടാവുക. The answer on option B, X is liable for knowingly disobeying a direction of law that prohibits requiring attendance of persons. So, option B ആണ് ഇവിടുത്തെ ആൻസർ. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അണ്ടർ സെക്ഷൻ 199 ഓഫ് BNS എന്താ പറയുന്നത്? If a public servant knowingly disobeys any direction of law as to the way he should conduct himself as such public servant, and such disobedience cause injury to any person, he shall be punishable. അതായത് ബൈ ലോ ഈ പബ്ലിക് സെർവന്റിനോട് ഒരു കാര്യം പറയാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ അതൊരു കുറ്റമാകും എന്നുള്ളത്. പക്ഷെ ഇത് അറിഞ്ഞു വെച്ചിട്ട് ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് സെർവന്റ് അത് തെറ്റിക്കുകയാണ്, ആൻഡ് അത് കാരണം ഒരു പേഴ്സണ് മറ്റൊരു പേഴ്സണ് ഇഞ്ചുറി സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഹി ഷാൾ ബി പണിഷബിൾ എന്നാണ് സെക്ഷൻ 199 ഓഫ് BNS പറയുന്നത്. So here, the law expressly prohibits police officers from requiring attendance of any person unnecessarily at a police station during investigation. ഇവിടെ എന്താണ് എക്സ്പ്രസ്ലി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു പോലീസുകാരൻ ആവശ്യമില്ലാതെ ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല? അൺനെസസറിലി പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻവെസ്റ്റിഗേഷന്റെ പേരും പറഞ്ഞിട്ട് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. Then, X, the police house officer, knowingly disobeyed this legal prohibition by ordering Y, who is not an accused or witness, to appear daily for questioning. X എന്ന് പറയുന്ന പോലീസ് ഓഫീസർ എന്ത് ചെയ്യുകയാണ്? ഇത് അറിഞ്ഞു വെച്ചിട്ട് ആ ഒരു ലോ ഡിസൊബേ ചെയ്ത് വൈ എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ അവിടെ ആ ഒരു കേസിൽ അക്യൂസ്ഡോ അല്ലെങ്കിൽ വിറ്റ്നസോ ഒന്നുമല്ല, എന്നിട്ട് ഇയാളെ ഡെയിലി വിളിച്ചു. ദിസ് ഇസ് എ ക്ലിയർ കേസ് ഓഫ് വയലേഷൻ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ലോ അണ്ടർ സെക്ഷൻ 199 BNS. ഹെൻസ് ഇവിടെ എന്താണ്? എക്സ് ഈസ് ക്രിമിനലി ലയബിൾ ആണ് അണ്ടർ സെക്ഷൻ 199 BNS 2023. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33. Under section 74 of BNS,
the offense of sexual harassment can be committed by സെക്ഷൻ 74 സെക്ഷൽ ഹറാസ്മെന്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് ആരായിരിക്കും കമ്മിറ്റ് അല്ലെങ്കിൽ ആർക്കെതിരെയാണ് പറയുന്നത്? എനി പേഴ്സൺ, ഓൺലി വുമൻ, ഓൺലി എ മാൻ, ബോത്ത് മെൻ ആൻഡ് വുമൻ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി എ മാൻ. Under section 74 of the Bharatiya Nyaya Sanhita, a man committing an act of physical conduct advancing involving unwelcome and explicit sexual overtures or demanding, requesting sexual favors or showing pornography against the will of a woman or making sexually colored remarks shall be guilty of the offense of sexual harassment. ഇപ്പൊ ഇവിടെ മാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓൾസോ എന്തൊക്കെ അതിൽ വരും? ഒന്നുകിൽ ഫിസിക്കൽ കോണ്ടാക്ട്, എനി ആക്ട് ഓഫ് ഫിസിക്കൽ കോണ്ടാക്ട്, അല്ലെങ്കിൽ അഡ്വാൻസസ് ഇൻവോൾവിംഗ് അൺവെൽക്കം അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് സെക്ഷൽ ഓവർട്യൂൺസ്. ഈ എന്താ പറയാ, സെക്ഷൽ ചൊവയുള്ള എന്തെങ്കിലും പറയുന്നു, എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാണിക്കുകയോ ചെയ്യുന്നു. ഓർ ഡിമാൻഡിങ് ഓർ റിക്വസ്റ്റിംഗ് സെക്ഷൽ ഫേവേഴ്സ് ഡിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു. ഓർ ഷോയിങ് പോർണോഗ്രഫി അഗൈൻസ്റ്റ് ദ വിൽ ഓഫ് എ വുമൻ ഓർ മേക്കിംഗ് സെക്ഷലി കളേർഡ് റിമാർക്സ്. ഇതൊക്കെ എന്താണ്? സെക്ഷൽ ഹറാസ്മെന്റിന്റെ ഉള്ളിൽ വരുന്നതാണ്. ഓൾസോ ഒരു മെൻ ഒരു വുമണിനെതിരെ ആയിരിക്കണം, അഗൈൻസ്റ്റ് ഹർ വിൽ ആയിരിക്കണം ഇതൊക്കെ ചെയ്യുന്നത്. The word a man makes it clear that only a male can commit this offense and the victim must be a woman ആയിരിക്കണം. This is similar to section 354A of the IPC. IPC ൽ ഇത് പറഞ്ഞത് സെക്ഷൻ 354A ലായിരുന്നു. BNS വരുമ്പോൾ 74 of BNS ലാണ്. സോ ആൻസർ വരുന്നത് only a man ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 34. Which statement regarding the nature of an unlawful assembly is correct based on the explanation of section 189 of BNS? അപ്പോൾ സെക്ഷൻ 189 of BNS ലാണ് unlawful assembly നെ പറ്റിയിട്ട് പറയുന്നത്. An assembly once unlawful must always remain lawful and cannot be designated as unlawful. An assembly must be unlawful from its very inception. C. An assembly becomes unlawful only if its common object changes to resisting the execution of a law. Option D. An assembly which was not unlawful when it assembled may subsequently become an unlawful assembly. ഇതിൽ ഏതാണ് കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. An assembly which was not unlawful when it assembled may subsequently become an unlawful assembly. According to explanation of section 189 of BNS, നമുക്ക് എന്താ പറയാൻ പറ്റും? An assembly which was not unlawful when it assembled may subsequently become an unlawful assembly. അതായത് അസംബ്ലി അതായത് ആൾക്കാർ കൂടിയ സമയത്ത് അതൊരു അൺലോഫുൾ ഇന്റൻഷനോട് കൂടി കൂടിയതല്ല, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ കൂടിയതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോ എവിടെയെങ്കിലും ചെന്നിരുന്നപ്പോ എന്താണ്, എന്തെങ്കിലും നല്ല വർത്താനമൊക്കെ പറഞ്ഞു തുടങ്ങിയതായിരിക്കും. പക്ഷേ ഇരുന്നിരുന്ന് എന്ത് സംഭവിച്ചു? അതൊരു അൺലോഫുൾ അസംബ്ലി ആയിട്ട് മാറി. ദിസ് മീൻസ് ദാറ്റ് even if a group initially gathers for a lawful purpose, it can later turn into an unlawful assembly if the common object of the group changes to something illegal. അവരുടെ കോമൺ ഇന്റൻഷൻ പെട്ടെന്ന് ഒരു ഇല്ലീഗൽ സംഭവമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതൊരു അൺലോഫുൾ അസംബ്ലി ആയിട്ട് മാറും. സച്ച് ആസ് കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് ഓർ റെസിസ്റ്റിംഗ് ലോഫുൾ അതോറിറ്റി. ഇല്ലീഗൽ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നെങ്കിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാം എന്നുള്ളൊരു ഗൂഢാലോചന ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റ് ഏതെങ്കിലും ഒരു ലോഫുൾ അതോറിറ്റീനെ റെസിസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം അവർ സംസാരിക്കുന്നു. അപ്പൊ അതാണ് ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഒഫൻസ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ അവർക്ക് വേണമെങ്കിൽ ഒഫൻസ് അല്ല ഡിഫൻസ് എടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അതിന് വേണ്ടിയിട്ടല്ല കൂടിയത്, ഞങ്ങൾ വേറെ എന്തെങ്കിലും വർത്താനം പറയാൻ വേണ്ടി നിന്നതാണ് എന്നൊരു ഡിഫൻസ് അവിടെ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരാം, പക്ഷെ വന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഇത് മാറുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അൺലോഫുൾ അസംബ്ലി ആയിട്ട് എടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ആ ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം omission under BNS denotes. Omission BNS ൽ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? Only a single failure to act. Option B, a series of omissions as a single omission. Option C,
only omissions resulting in harm. Option D, only omissions committed with a criminal intent. ഇതിനകത്ത് ഏതാണ് ഒമിഷൻ? അത് ഒമിഷൻ എന്നുള്ളതിൽ ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ ബി ആണ്, a series of omission as a single omission. Under section 3 clause 32 ലാണ് omission എന്ന വാക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. Of the BNS, the word omission denotes as well a series of omissions as a single omission. This means if a person fails to do something once, it is an omission. അല്ലെ, ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഒരു വട്ടം ചെയ്യാൻ മറന്നുപോയി എന്ന് വിചാരിച്ചോ, അതിനെയാണ്, അല്ലെങ്കിൽ ഒരു വട്ടം ചെയ്തില്ല, മറന്നുപോയതല്ല, ചെയ്തില്ല എന്ന് വിചാരിച്ചോ, അതിനെ നമ്മൾ ഒമിഷൻ എന്ന് പറയും. If a person repeatedly or continuously fail to do something, they are legally bound to do. All those failures together are treated as one single omission in the eyes of law. അപ്പൊ ഞാൻ ആ ഒരു വട്ടം ചെയ്യാത്ത കാര്യമില്ലേ, അദ്ദേഹം പിന്നെയും ചെയ്തില്ല, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ലീഗലി ഐ വാസ് ബൗണ്ട് ടു ഡു ദാറ്റ്, പക്ഷെ എന്നിട്ടും ഞാനത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലോ നോക്കുമ്പോൾ അതിനെല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ ഒമിഷൻ ആയിട്ടേ കണക്കാക്കുള്ളൂ. അല്ലാണ്ട് ഓക്കെ നീ ഇന്ന ദിവസം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഓരോ ദിവസമായിട്ടല്ല, പകരം ഇതെല്ലാം കൂടി ഒറ്റ സിംഗിൾ ഒമിഷൻ ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ്, suppose a government officer is required to submit a safety report every week but fails to do it for 4 weeks in a row. Even though there was multiple failures, legally it will be treated as one continuous omission, not 4 separate crimes. എന്താണ് ഒരു ഗവൺമെന്റ് ഓഫീസർ, he was supposed to submit a safety report. എല്ലാ ആഴ്ചയിലും ഈ സേഫ്റ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാന്നുള്ളത് മൂപ്പർ ഉത്തരവാദിത്തമായിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്തില്ല, ഒരു 4 ആഴ്ച അടുപ്പിച്ച് അയാളത് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഈ ഒരു ഒഫൻസ് എടുക്കും, അല്ലെങ്കിൽ ഈ ഒരു സംഗതി എടുക്കുമ്പോൾ അത് മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ് ആണെങ്കിലും ഓരോ സിംഗിൾ ആയിട്ടല്ലായിരിക്കും എടുക്കുന്നത്, പകരം ഒരു കണ്ടിന്യൂസ് ഒമിഷൻ ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഒരു 4 സെപ്പറേറ്റ് ക്രൈംസ് ആക്കാണ്ട് ഒരു സിംഗിൾ കണ്ടിന്യൂസ് ഒമിഷൻ ആയിട്ടായിരിക്കും ലോയിൽ അത് കണക്കാക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അവോയ്ഡ് പണിഷിങ് സംവൺ മൾട്ടിപ്പിൾ ടൈംസ് ഫോർ ദ സെയിം കണ്ടിന്യൂസ് നെഗ്ലെക്ട്. ഒരാളെ ഒരേ കുറ്റത്തിന് അല്ലെങ്കിൽ ഒരേപോലത്തെ കുറ്റം 2-3 വട്ടം ചെയ്തു എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ടൈംസ് അയാളെ ശിക്ഷിക്കാണ്ട് ഒറ്റ വട്ടം അയാളെ ശിക്ഷിച്ച് വിടാൻ വേണ്ടിയിട്ട്. അവോയ്ഡ് പണിഷിങ് സംവൺ മൾട്ടിപ്പിൾ ടൈംസ്, അതായത് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയണു ഇതിൽ 2-3 വട്ടം സെയിം സാധനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓക്കെ നീ അന്ന് ഇന്ന ദിവസം ചെയ്തതിന് ഇത്ര ദിവസം ശിക്ഷ, അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഡേ ചെയ്തതിന് ഇത്ര ദിവസം ശിക്ഷ എന്ന് പറഞ്ഞു കൊടുക്കാണ്ട് ഇത്രയും കൂടെ ഒറ്റ ദിവസം ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ ഒറ്റ ക്രൈം ആയിട്ട് കണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. Then treat continuing negligence as one extended act of omission, not several small ones. ഒരു എക്സ്റ്റെൻഡഡ് ആക്ട് ആയിട്ട്, അതായത് നീണ്ടു കിടക്കുന്ന ഒരു ആക്ട് ആയിട്ട് എടുക്കണു, അല്ലാണ്ട് ഓരോ സെവറൽ സ്മോൾ വൺസ് ആയിട്ട് എടുക്കുന്നതിന് പകരം ഒറ്റ എക്സ്റ്റെൻഡഡ് വൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? സീരീസ് ഓഫ് ഒമിഷൻ ആസ് എ സിംഗിൾ ഒമിഷൻ ആയിട്ട് കണക്കാക്കാൻ എന്നാണ് അതിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an act is considered to be done voluntarily under section 2 of BNS when? എപ്പോഴാണ് ഒരാൾ ഒരു കാര്യം വോളണ്ടറിലി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ വോളണ്ടറിലി, അല്ലെങ്കിൽ ആരും നമ്മൾ നിർബന്ധിക്കാതെ ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ വോളണ്ടറിലി ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ ലോയില് അങ്ങനെ വോളണ്ടറിലി ചെയ്ത ഒരു ആക്ടിന് എപ്പോഴാണ് അങ്ങനെ കണക്കാക്കുന്നത്? ഓപ്ഷൻ എ, the person intended to cause the effect. Option B, the person knew or had reason to believe that the act was likely to cause the effect. Option C, both A and B. Option D, neither A nor B. ഇതിനകത്ത് ഏതാ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്, ബോത്ത് എ ആൻഡ് ബി ആണ്. സെക്ഷൻ 2 ഓഫ് ഭാരതീയ ന്യായ സംഹിത, അതിനകത്താണ് വോളണ്ടറിലിയുടെ മീനിങ് പറയുന്നത്. സെക്ഷൻ 2 ഓഫ് ഭാരതീയ ന്യായ സംഹിതയിലാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 ക്ലോസ് 2 ഓഫ് BNS അപ്പൊ എന്താണ്? സെക്ഷൻ 2 ക്ലോസ് 2, a person is said to cause an effect voluntarily when he caused it by means whereby he intended to cause it, or by means which at the time of employing those means he knew or had reasons to believe it to be likely to cause it. അതായത് ഇപ്പൊ ഞാനൊരു കുറ്റം ചെയ്യാൻ പോവാണ്, ഓക്കെ ഞാനൊരു ഒഫൻസ് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ
എന്റെ ഉദ്ദേശം അത് തന്നെയാണ്. എനിക്ക് ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ചോ, അപ്പൊ എനിക്ക് അയാൾ മരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. എന്റെ ഇന്റൻഷൻ അവിടെ എന്താണ്? അയാളെ കൊല്ലണം എന്നുള്ളതാണ്. ഓൾസോ രണ്ടാമത് പറയുന്നത്, എനിക്കറിയാം ഞാൻ ഇങ്ങനെ ചെയ്താൽ അയാൾ മരിക്കും എന്നുള്ളത്. സോ ഐ ഹാഡ് ദ ഇന്റൻഷൻ ആൻഡ് ഓൾസോ ഐ ഹാഡ് ദ നോളജ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വോളണ്ടറിയിൽ നോക്കുന്നത്. ഓക്കെ, ദ പേഴ്സൺ ഇന്റൻസ് ടു കോസ് എ പെർട്ടിക്കുലർ ഇഫക്റ്റ്. എന്തെങ്കിലും ഒരു കാര്യം ഇന്റന്റ് ചെയ്തു, ഉദ്ദേശിച്ചു, ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, അവിടെ മെൻസ്രിയ ഉണ്ടായി. രണ്ടാമത്തത്, ദ പേഴ്സൺ നോസ് ഓർ ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് ഹിസ് ആക്ട് ഇസ് ലൈക്ലി ടു കോസ് ദ ഇഫക്റ്റ്. അതായത് എനിക്കറിയാലോ, ഞാനിപ്പോ ഒരാളെ കത്തിയെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. സോ he knows that or has reasons to believe that his act is likely to cause that effect. അയാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം അതിന്റെ ഫലം ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അയാൾക്ക് അറിയാം. So it means both intention and knowledge. Both intention and knowledge are sufficient to make act voluntarily. ഒരു ആക്ട് വോളണ്ടറിലി ആക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അയാൾക്ക് ഇന്റൻഷനും വേണം, അതുപോലെ തന്നെ നോളജും വേണം. ഇയാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അതിന് പ്രതിഫലമായിട്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത് എന്നുള്ളൊരു ഇത് വേണം. സോ ഒരു എക്സാമ്പിൾ ആണ്, ഇഫ് എ ത്രോസ് എ സ്റ്റോൺ. ഒരു എ എന്ത് ചെയ്യാണ്? ഒരു കല്ലെടുത്ത് എറിയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എയുടെ ഉദ്ദേശം, ഇന്റൻഷൻ എന്താണ്? അത് ബീന്റെ മേത്ത് തട്ടണം എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം, which shows that the act was voluntary, അല്ലെ? ഇനി രണ്ടാമത്തതാണ്, if A doesn't intend to hit B but knows someone might get hurt. ഇനി എ എന്താണ്? ആ കല്ലെടുത്ത് എറിയാൻ നേരം അയാൾക്ക് അറിയില്ല എന്നല്ല, അയാൾക്ക് ഉദ്ദേശമില്ല ബീന്റെ മേത്ത് തന്നെ തട്ടണം എന്നുള്ള ഉദ്ദേശമല്ല. പക്ഷെ അയാൾക്ക് അറിയാം ഈ കല്ലെടുത്ത് എറിഞ്ഞാൽ, ചിലപ്പോൾ ഒരു പബ്ലിക് പ്ലേസ് ആയിരിക്കും, കുറെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ എനിക്ക് അറിയാം അത് ആരുടെയും മേത്ത് പോയി തട്ടും എന്നുള്ളത് അറിയാം. അത് അറിഞ്ഞു വെച്ചിട്ടും അയാൾ ചെയ്യുകയാണ്, എന്നിട്ട് ബീന്റെ മേത്ത് തട്ടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ആക്ട് എന്ത് ചെയ്യാൻ പറ്റും? വോളണ്ടറി ആയിട്ട് എടുക്കാൻ പറ്റും. ഈവൻ ദോ അയാൾക്ക് അവിടെ ഇന്റൻഷൻ ഇല്ലാന്നുണ്ടെങ്കിലും ഹി ഹാസ് ദ നോളജ് ദാറ്റ് ഇങ്ങനെ ഒരു സാധനം എടുത്ത് എറിഞ്ഞാൽ അത് ഒരാളുടെ മേത്ത് പോയി തട്ടും എന്നുള്ള നോളജ് ഉണ്ടായതുകൊണ്ട് വി ക്യാൻ മേക്ക് ദാറ്റ് ആക്ട് വോളണ്ടറി. സോ both A and B ഇവിടെ കറക്റ്റ് ആണ്. The law treat both intention and knowledge of likely consequences as voluntary action because in both cases the act is done with awareness and control over its result. അല്ലെ? രണ്ട് സാഹചര്യത്തിലായാലും ഇന്റൻഷനോട് കൂടിയോ അല്ലെങ്കിൽ നോളജോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും രണ്ട് സ്ഥലത്തും അയാൾക്ക് അവയർനെസ് ഉണ്ട്, അയാൾ ചെയ്യുന്ന കാര്യത്തിന് ഇങ്ങനത്തെ ഒരു പ്രതിഫലം, മീൻസ് ഇങ്ങനത്തെ ഒരു റിസൾട്ട് ആയിരിക്കും വരുന്നത് എന്നുള്ളത്. ആൻഡ് ഓൾസോ അയാൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടും ആയിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കല്ലെറിയാണ്ടോ അല്ലെങ്കിൽ അവിടെ മര്യാദക്ക് നിന്നാൽ മതിയായിരുന്നു. സോ അതുകൊണ്ട് ഓപ്ഷൻ എ ആൻഡ് ബി രണ്ടും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അണ്ടർ ദ ഭാരതീയ ന്യായ സംഹിത 2023, if an offense is punishable only with a fine or community service and the fine imposed is rupees 7,500, what is the maximum period of simple imprisonment the court can impose for non-payment of the fine? സോ നമുക്കറിയാം, ഇപ്പോ എന്നെ ഇപ്പോ ഒരു ഒഫൻസിൽ പണിഷ് ചെയ്തു ആൻഡ് എനിക്കിപ്പോ ചിലപ്പോ ഒരു മാസം തടവും ബാക്കി 50,000 രൂപ പിഴയും എന്നായിരിക്കും തന്നിട്ടുണ്ടാകുക. അപ്പൊ എന്റെ കയ്യിൽ ഈ പൈസ അടയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് അതിന് പകരമായിട്ട്, ഇപ്പൊ നമ്മൾ റീസെന്റ് ഒരു വേർഡിക്റ്റ് കേട്ടു, അതിനകത്ത് 10 വർഷം തടവും 50,000 രൂപ പിഴയും. ഇൻ കേസ് പിഴ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒരു 10 വർഷത്തേക്ക് നീണ്ടു നിൽക്കും, ടോട്ടൽ 20 വർഷം എന്നുള്ളൊരു വേർഡിക്റ്റ് കേട്ടു. സോ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ ഇയാൾക്ക് 7,500 രൂപയാണ് ഇയാൾക്ക് ഫൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. ആ പൈസ ഇയാൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര നാള് അയാൾ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ 2 months, 4 months, 1 year, 7 months. 7,500 രൂപയ്ക്ക് പകരം അയാൾ എത്ര മാസം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും? ആൻസർ വരുന്നത് ബി, 4 months ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാന്നുള്ളത് പറയാം. റെലവന്റ് പ്രൊവിഷൻ വരുന്നത് സെക്ഷൻ 23 ഓഫ് BNS-ലാണ് ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. സെക്ഷൻ 23. This section deals with imprisonment in default of payment of fine. അതായത് ഫൈൻ പേ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഡിഫോൾട്ട് എന്ത് കൊടുക്കുന്നു? ജയിൽ ശിക്ഷ, ഇംപ്രിസൺമെന്റ് കൊടുക്കുന്നു. It provides the maximum imprisonment that a court can impose if the offender fails to pay the ഫൈൻ. എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മാക്സിമം ഇംപ്രിസൺമെന്റ് ആയിരിക്കും കോടതി കൊടുക്കുന്നത് ഇഫ് അങ്ങനത്തെ ഒരു ഫൈൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ.
സോ ഇഫ് ദി ഒഫൻസ് ഇസ് പണിഷബിൾ ഓൺലി വിത്ത് ഫൈൻ മാത്രമാണ്. ഇപ്പൊ ചെറിയ എന്തെങ്കിലും ഒഫൻസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈൻ മാത്രം കൊടുത്താൽ മതി എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഉള്ള ഒരു ഒഫൻസിനകത്ത് അയാൾ എന്ത് ചെയ്തു, ദെൻ ദ മാക്സിമം ഇംപ്രിസൺമെന്റ് ആണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ ഫൈൻ മാത്രം ആവശ്യമുള്ള ഒരു കേസ് ആയിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ ആ പൈസ കൊടുക്കാനില്ല, ആ 7500 കൊടുക്കാൻ എന്റെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെറുതെ പറഞ്ഞു വിടാൻ പറ്റുമോ? അയ്യോ പൈസ ഇല്ലെങ്കിൽ പൊയ്ക്കോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതിന് പകരമായിട്ട് ജയിലിൽ പിടിച്ചിടും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇംപ്രിസൺമെന്റ് എത്രയാണ് വരുന്നത്? നോട്ട് എക്സീഡിങ് ₹5,000, 5000 താഴെയാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഇംപ്രിസൺമെന്റ് അപ് ടു 2 months, 2 മാസം വരെയാണ്. ഇനി 5000 മേലെ 10,000 താഴെയാണെന്നുണ്ടെങ്കിൽ അപ് ടു 4 months, 4 മാസം വരെ ജയിലിടാം. ഇനി എക്സീഡിങ് 10,000, 10,000 മേളിലാണെങ്കിലോ അപ് ടു 6 months, 6 മാസം വരെ നമുക്ക് ജയിൽ ശിക്ഷ കിട്ടും. സോ ഇവിടെ 7500 ആയതുകൊണ്ട് രണ്ടാമത്തതാണ്, അപ് ടു 4 months വരെ ആയിരിക്കും അയാൾക്ക് ഇംപ്രിസൺമെന്റ് ഉണ്ടാവുക. സോ ഫൈൻ ഇമ്പോസ്ഡ് എത്രയായിരുന്നു? 7500 ആണ്, വിച്ച് ഇസ് ബിറ്റ്വീൻ 5,000 and 10,000. സോ മാക്സിമം സിമ്പിൾ ഇംപ്രിസൺമെന്റ് എത്ര മാസമാണ്? 4 മാസമാണ് വരുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. 4 months ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെക്ഷൻ 23 ലിമിറ്റ്സ് ദ ഇംപ്രിസൺമെന്റ് ഇൻ ഡിഫോൾട്ട് ഓഫ് ഫൈൻ ടു എൻഷുർ പ്രൊപ്പോർഷനാലിറ്റി. സിൻസ് 7500 5000 മേളിലും 10,000 താഴെ ആയതുകൊണ്ട് 4 months is the maximum term the court can impose for non-payment. Next, question number 38, ഒരു assertion reason question ആണ്. The right of private defense can be exercised even when there is time to seek protection from public authorities. Reason, section 30 clause 6 restricts private defenses when state aid is available. ഇതിനകത്ത് both true are explains A, both true are doesn't explain A false are true, both false. ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്. എ ഫോൾസ്, അസേർഷൻ തെറ്റാണ്, റീസൺ കറക്റ്റ് ആണ്. റെലവെന്റ് ലോ വരുന്നത് സെക്ഷൻ 30 clause 6 ഓഫ് BNS ലാണ്. സെക്ഷൻ 30 clause 6 ഓഫ് BNS ലാണ് പറയുന്നത്. ദിസ് സെക്ഷൻ ഡിഫൈൻസ് ദ ലിമിറ്റ് ഓൺ ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. അതായത് പ്രൈവറ്റ് ഡിഫൻസിന്റെ ലിമിറ്റ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. The right of private defense is in no case extends to the inflicting of more harm that it is necessary to inflict for the purpose of defense, and it does not apply when there is time to have recourse to the protection of the public authorities. അതായത് ഇത് രണ്ട് കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് എത്രത്തോളം അപകടം വരും, ഓക്കെ, എത്രത്തോളം ഇതുണ്ട്, ആ ഒരു അപകടം വരും എന്നുള്ള ഇത് എന്താ പറയാ, ഇപ്പൊ എന്നെ ഒരാൾ അടിക്കാൻ വരാന്ന് വിചാരിച്ചോ, അപ്പൊ അതിന് ഡിഫൻസ് ആയിട്ട് എനിക്ക് ഒരിക്കലും അയാൾ ഒരു കത്തി എടുത്ത് കുത്താനോ അല്ലെങ്കിൽ ഒരു ആസിഡ് എടുത്ത് ഒഴിക്കാനോ ഒന്നും പറ്റില്ല. ബിക്കോസ് അയാൾ എന്നെ ജസ്റ്റ് അടിക്കാൻ വരുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്കൊന്നെങ്കിൽ അയാളെ കൈ തടഞ്ഞു വെക്കാൻ അല്ലെങ്കിൽ ഉന്തിയിടാനോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അതായത് എത്ര ഫോഴ്സ് ആണോ നമുക്ക് നേരെ വരുന്നത് അതിനെ തടഞ്ഞു നിർത്താനുള്ള ഡിഫൻസ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അത് എക്സീഡ് ചെയ്ത് പോയിട്ട് അത് സെൽഫ് ഡിഫൻസ് ആയിരുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് പറയുന്നത്. മോർ ഹാം ഒരിക്കലും നമ്മൾ കോസ് ചെയ്യാൻ പാടില്ല. പിന്നെ പറയുന്നത് എന്താ വെച്ചാല്, ഇഫ് എനിക്ക് സമയമുണ്ട്, എനിക്കിപ്പം ഏതെങ്കിലും ഒരു പബ്ലിക് അതോറിറ്റീനോ അല്ലെങ്കിൽ പോലീസിനൊക്കെ വിളിച്ചിട്ട് പറയാൻ സമയമുണ്ട്, അതായത് എന്റെ മേത്ത് ഒരാളിങ്ങനെ എന്നെ തട്ടിക്കൊണ്ട് പോകാൻ ഒരാൾ വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ തരണം എന്നൊക്കെ പറയാനുള്ള സമയം എനിക്കുണ്ട്, അല്ലെങ്കിൽ എന്നെ ഒരാൾ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ ചിലപ്പോൾ എന്നെ ഒന്ന് അടിക്കാൻ വരും, അപ്പൊ എനിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ തരണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇൻഫോം ചെയ്യാനുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് വി ഷുഡ് ഡു, നമ്മൾ അങ്ങനെയുള്ള പബ്ലിക് അതോറിറ്റീസിനെ പോയിട്ട് ഇൻഫോം ചെയ്യണം. അല്ലാണ്ട് അവിടെ നമ്മൾ സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ ആ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൻ 30 clause 6 വരുന്നത്. നൗ അസേർഷനിൽ എന്താ പറയുന്നത്? The right of private defense can be exercised even when there is time to seek protection from public authorities. പബ്ലിക് അതോറിറ്റീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ സീക്ക് ചെയ്യാൻ സമയം ഉണ്ടെങ്കിലും നമുക്ക് റൈറ്റ് ടു ഡിഫൻസ് എടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. ബിക്കോസ് 30 clause 6 ക്ലിയർലി അത് പറയുന്നുണ്ട്, യു കെൻ നോട്ട് എക്സസൈസ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് വെൻ ദർ ഈസ് ടൈം ടു സീക്ക് ഹെൽപ്പ് ഫ്രം പബ്ലിക് അതോറിറ്റീസ്. പബ്ലിക് അതോറിറ്റീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് കിട്ടാൻ ഉള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെൽഫ് ഡിഫൻസ് എടുക്കാൻ പറ്റൂല എന്നുള്ളത്. ഇനി റീസൺ നോക്കുമ്പോൾ സെക്ഷൻ 30 clause 6 റെസ്ട്രിക്ട്സ് പ്രൈവറ്റ് ഡിഫൻസ് വെൻ സ്റ്റേറ്റ് എയ്ഡ് ഈസ് അവൈലബിൾ. അത് കറക്റ്റ് ആ ഒരു ഇതാണ് പറയുന്നത്.
30 clause 6 എന്താണ് പറയുന്നത് വെച്ചാൽ അത് തന്നെയാണ് റീസണിൽ പറഞ്ഞിട്ടുള്ളത്. സോ എ സീസ് യു ക്യാൻ എക്സസൈസ് പ്രൈവറ്റ് ഡിഫൻസ് വെൻ ദ പ്രൊട്ടക്ഷൻ ഈസ് അവൈലബിൾ. അതെന്താണ്? തെറ്റാണ്. റീസൺ സീസ് ദ ലോ റെസ്ട്രിക്ട്സ് ഇറ്റ് വെൻ പ്രൊട്ടക്ഷൻ ഈസ് അവൈലബിൾ. അത് ട്രൂ ആണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? എ ഫോൾസ് ആണ്, ആർ ട്രൂ ആണ്. കാരണം ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഇസ് അവൈലബിൾ ഓൺലി വെൻ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ഫ്രം അതോറിറ്റീസ് ഇസ് നോട്ട് പോസിബിൾ ആകാത്തപ്പോൾ മാത്രമാണ് നമുക്ക് റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇഫ് ദർ ഇസ് ടൈം ഓർ ആക്സസ് ടു state protection, the law expects you to seek that protection rather than take the law into your own hands. അല്ലെ? കാരണം അതൊക്കെ എന്തിനാന്ന് വെച്ചാല് ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് സെൽഫ് ഡിഫൻസ് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള എന്താ പറയാ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. Next is question number 39. The making of a false documentary or electronic record with the intent to cause damage or injury is the offense of. എന്താണ് ഒരു false document അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡ് ഉണ്ടാക്കുന്നത്? എന്ത് ഒഫൻസ് ആണ്? ഓപ്ഷൻ എ counterfeiting, ബി tampering with electronic records, സി forgery, ഡി cheating. കറക്റ്റ് ഏതാ വരുന്നത്? ഓപ്ഷൻ സി ഫോർജറി ആണ് വരുന്നത്. അണ്ടർ BNS പറഞ്ഞ സെക്ഷൻ എന്ന് പറയുന്നത് ഏതാ? സെക്ഷൻ 336 ആണ്. സെക്ഷൻ 336 forgery. Whoever makes any false document or false electronic record with the intent to cause damage or injury to the public or to any person or to support any claim or title or to cause any person to part with the property or to enter into any express or implied contract or with intent to commit fraud or that fraud may be commits forgery. ഒരാള് ഒരു ഫോൾസ് ഡോക്യുമെന്റോ അല്ലെങ്കിൽ ഒരു ഫോൾസ് ഇലക്ട്രോണിക് റെക്കോർഡോ ഉണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നുകിൽ മറ്റൊരു പേഴ്സണ്, അയാളുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ഡാമേജ്, ഇഞ്ചുറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ എങ്ങനെയാണ് ഈ പറഞ്ഞ ഫോർജറി നടത്തുന്നത്? ഒന്നെങ്കിൽ ടു സപ്പോർട്ട് എനി ക്ലെയിം ഓർ ടൈറ്റിൽ, ഏതെങ്കിലും ഒരു ക്ലെയിമോ അല്ലെങ്കിൽ ടൈറ്റിലോ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ടു കോസ് എനി പേഴ്സൺ ടു പാർട്ട് വിത്ത് പ്രോപ്പർട്ടി, ഏതെങ്കിലും പ്രോപ്പർട്ടിയുടെ ഭാഗമാകാനോ, ഓർ ടു എൻ്റർ ഇൻ ടു എൻ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്ട്, ഏതെങ്കിലും ഒരു കോൺട്രാക്ടിലേക്ക് എൻ്റർ ചെയ്യാനോ, അങ്ങനെ പല പല റീസൺസിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഫോർജറി നടത്താം. നമ്മളിത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ആക്ട് എന്താണ്? മേക്കിംഗ് എ ഫോൾസ് ഡോക്യുമെന്റ് ഓർ ഫോൾസ് ഇലക്ട്രോണിക് റെക്കോർഡാണ് അവിടെ ചെയ്യുന്ന കുറ്റം, ആക്ട് എന്ന് പറയുന്നത്. ഇന്റന്റ്, ഉദ്ദേശം എന്താണ്? ടു കോസ് ഡാമേജ്, ഇഞ്ചുറി, ഫ്രോഡ് ഓർ റോങ്ഫുൾ ഗെയിൻ, മറ്റൊരാൾക്ക് ഡാമേജോ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരാളെ പറ്റിക്കാനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ റോങ്ഫുള്ളി ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ പറ്റിച്ച് അതിൽ നിന്ന് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിന്റെ റിസൾട്ട് ആണ് ഫോർജറി എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. കൗണ്ടർഫീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേക്ക് കറൻസി ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ കൗണ്ടർഫീറ്റിംഗ് എന്ന് പറയുന്നത്. refers specifically to making fake currency, coins or government documents വരാം. ഗവൺമെന്റ് ഡോക്യുമെന്റ്സ്, നമ്മൾ കള്ള ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയാൽ അതും കൗണ്ടർഫീറ്റിംഗ് ആണ്. സെക്ഷൻ 176 ഓൺവേർഡ്സ് ആണ് കൗണ്ടർഫീറ്റിംഗ് എന്നാണ് പറയുന്നത്. ദെൻ ടാമ്പറിംഗ് വിത്ത് ഇലക്ട്രോണിക് റെക്കോർഡ്സ്, അതെന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള ഇലക്ട്രോണിക് റെക്കോർഡ്സിൽ എന്തെങ്കിലും നമ്മൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ മാറ്റി അതിൽ മോഡിഫൈ വരുത്തി അതിനകത്ത് എന്തെങ്കിലും കൃത്രിമം കാണിക്കുന്നതിനെയാണ് നമ്മൾ ടാമ്പറിംഗ് വിത്ത് ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. മീൻസ് അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഡിജിറ്റൽ ഡേറ്റ. ഒരു എക്സിസ്റ്റിംഗ് ഡിജിറ്റൽ ഡേറ്റയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റുന്നതിനെയാണ് നമ്മൾ ടാമ്പറിംഗ് എന്ന് പറയുന്നത്. അതൊരു ഡിഫറെന്റ് ഒഫൻസ് ആണ്. നോട്ട് മേക്കിംഗ് എ ഫോൾസ് ഡോക്യുമെന്റ്, ഇവിടെ ഒരു ഫോൾസ് ഡോക്യുമെന്റ് ഉണ്ടാക്കുകയല്ല, പകരം ഓൾറെഡി ഉള്ളതിനകത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അതിന്റെ സത്യാവസ്ഥ മറയ്ക്കാൻ വേണ്ടി നോക്കാം. Then cheating. Cheating എന്ന് വെച്ചാൽ എന്താ? ഒരാളെ പറ്റിക്കുന്നതാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. Involves deceiving a person to deliver property or to act against their interest. Not about creating false document അല്ല, പകരം മറ്റൊരാളെ പറ്റിക്കുകയോ അല്ലെങ്കിൽ അയാളുടെ ഇൻട്രസ്റ്റിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്ത് അയാളെങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് എന്താണ് ഫ്രോഡ് കാണിച്ചിട്ടായിരിക്കും ഈ ചീറ്റിംഗ് ഒക്കെ നടത്തണത്.
സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഫോർജറി ആണ്. Creating a false document or electronic record with the intention to cause harm or fraud is forgery under section 336 of the Bharatiya Nyaya Sanhita 2023. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു കേസ് ലോ ആണ്. ഓക്കെ, പണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കേസ് ലോ ആണ്. A knows Z to be behind a bush. B does not know it. A intending to cause or knowingly it to be likely to cause Z's death induces B to fire at the bush. B fires and kills Z here. But okay, ഇതാണ് ക്വസ്റ്റ്യൻ. എയും ബിയും കൂടി ഒരു കാർട്ടിൽ എങ്ങോട്ടോ പോവുകയായിരുന്നു. ആൻഡ് ആ സമയത്ത് എനറിയാം സി ഒരു ബുഷിന്റെ ബാക്കിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ എന്ത് ചെയ്യും? എ ബിനോട് പറയും, ഓക്കെ നീ ആ ബുഷില് വെടിവെക്കാൻ പറയും. സോ ബിക്ക് ഇതൊന്നും അറിയില്ല. ആ ബുഷിന്റെ ബാക്കിൽ സി ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യമൊന്നും ബിക്ക് അറിയില്ല, അല്ലെങ്കിൽ സി ഇരിപ്പുണ്ടെന്നുള്ള കാര്യമൊന്നും ആർക്കറിയില്ല? ബിക്ക് അറിയില്ല. സോ ബി എന്ത് ചെയ്തു? ബുഷില് ഷൂട്ട് ചെയ്തു ആൻഡ് അതിന് ഇതായിട്ട് സി മരിക്കുകയാണ് ഉണ്ടാവുന്നത്. സോ ഇവിടെ എന്ത് പറഞ്ഞാലും അവിടെ സി മരിച്ചു. സോ ഇവിടെ ആർക്ക് മേലെയാണ് ആ ഒരു ഒഫൻസ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എ ഹാസ് കമ്മിറ്റഡ് ദി ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് ബി മേ ബി ഗിൽറ്റി ഓഫ് നോ ഒഫൻസ്. ഓപ്ഷൻ ബി, എ ഈസ് ഗിൽറ്റി ഓഫ് അബറ്റ്മെന്റ് ഓഫ് കമ്മിറ്റ് murder of Z. Option C, A is guilty of murder and B has committed the offense of culpable homicide. Option D, both A and B are liable of culpable homicide. ഇവിടെ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എ കമ്മിറ്റഡ് കൾപ്പബിൾ ഹോമിസൈഡും ബി ഇവിടെ ഒരു ഒഫൻസും ചെയ്തിട്ടില്ലെങ്കിൽ ബി ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് എനി ഒഫൻസ്. കാരണം A knows Z is there and intentionally induces B to fire. A has a guilty mind. അപ്പൊ ഇവിടെ എന്താണ്? എ മെൻസ്രിയോട് കൂടിയാണ് ആക്ട് ചെയ്തത്. എക്ക് സീനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയാണ് ബിനോട് പറഞ്ഞത് എന്ത്? ബുഷില് ഫയർ ചെയ്യാൻ പറയുന്നത്. ബി however does not know that Z is behind the bush. B has no guilty intention. ഇവിടെ ബി എന്ന് പറയുന്ന ബിക്ക് ഒരു ഐഡിയ ഇല്ല. സി അതിന്റെ ബാക്കിൽ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം ഒന്നും ബിക്ക് അറിയില്ല. സോ അത് അറിയാണ്ടാണ് ബി എന്ത് ചെയ്തത്? അവിടെ ഷൂട്ട് ചെയ്തത്. സോ ഹി ഹാസ് നോ മെൻസ്രിയ. സോ ബി ഈസ് നോട്ട് ആക്ടിങ് ഓൺ B is only acting on A's instruction without the knowledge that his act will kill someone. അതായത് ജസ്റ്റ് എ പറഞ്ഞൊരു കാര്യം അതേപോലെ തന്നെ ഇയാൾ അനുസരിക്കുകയാണ് ചെയ്തത്. ഹി ഡസന്റ് നോ ദാറ്റ് ഇത് സീനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എ പറഞ്ഞത് എന്നുള്ളത് ആർക്ക് അറിയുണ്ടായില്ല? ബീനെ അറിയുണ്ടായില്ല. സോ അതുകൊണ്ട് ബീനെ ഇവിടെ ഇന്നോസെന്റ് ആക്കുകയാണ് ചെയ്തത്. This situation is explained under section 111 of Bharatiya Nyaya Sanhita and section 111 of IPC lo ആണ്. സെയിം സെക്ഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. Liability of abettor when one act is done in consequences of the abetment and the act abetted is different from the act done. അതായത് ഒരു അബറ്റർ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളെയാണ് നമ്മൾ അബറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആളും സെയിം ഒഫൻസിൽ പണിഷബിൾ ആയിരിക്കും. ആ കുറ്റകൃത്യം ചെയ്ത ആൾക്ക് കിട്ടുന്ന അതേ പണിഷ്മെന്റ് ആയിരിക്കും ഈ അബറ്ററിനും കിട്ടുന്നതെന്നാണ് പറയുന്നത്. When a person abets an act, knowingly the result is likely A is guilty as he himself had committed the offense. ആ പേഴ്സൺ എന്താണ്? സ്വന്തമായിട്ട് ആ കുറ്റം ചെയ്തതുപോലെ. ഇവിടെ എ ഷൂട്ട് ചെയ്തതുപോലെ അല്ലേ എക്ക് ആ ശിക്ഷ കിട്ടിയത്, എക്ക് കൾപ്പബിൾ ഹോമിസൈഡ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അബറ്റ് ചെയ്താൽ, ഇപ്പൊ ഞാൻ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നീ ആ കുറ്റം ചെയ്തു അല്ലെങ്കിൽ നീ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഒരാളെ പ്രേരിപ്പിച്ച ഒരു കുറ്റം ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും ആ സെയിം ഇതായിരിക്കും വരുന്നത്, ശിക്ഷയായിരിക്കും കിട്ടുന്നത്. ഇവിടെ എ എന്താണ്? ഹി ഇന്റൻഷനലി കോസ്ഡ് Z's ഡെത്ത് ബൈ യൂസിങ് ബി ആസ് an innocent agent. A is guilty of culpable homicide. അത് വേണമെങ്കിൽ ഇന്റൻഷൻ നോക്കിയിട്ട് മർഡറിലും വരാം, പക്ഷെ ഇവിടെ കൾപ്പബിൾ ഹോമിസൈഡ് ആണ് ആക്കിയിട്ടുള്ളത്. ഇനി ബി നോക്കുകയാണെങ്കിലോ, ഹി ഡസന്റ് നോ Z was behind the bush, so he acted without intention or knowledge. B may not be guilty of any offense എന്നാണ് പറയുന്നത്. മേ നോട്ട് ബി ആണോ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? എ ഹാസ് കമ്മിറ്റഡ് ദി ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് ബി മേ ബി ഗിൽറ്റി ഓഫ് നോ ഒഫൻസ്. കാരണം എ യൂസ്ഡ് ബി ആസ് എ ടൂൾ.
to kill Z. Since A had the intention to kill, A is guilty of culpable homicide. B, who did not know the truth, is innocent because there was no criminal intent on his part. സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നടന്ന ആക്ട് എന്താണ്? ഫയറിംഗ് അറ്റ് ദ ബുഷ് ആണ്. നോളജ് എന്ന് പറയുന്നത് only A knew Z was there. Okay. So ഇവിടെ intention present at A, absent at B. Therefore, A is guilty of culpable homicide. B may be guilty of no offense. ഇനി next question ആണ്. If the High Court has refused to grant special leave to appeal against an order of acquittal on the application filed by private complainant, High Court എന്ത് ചെയ്യാണ്? ഓക്കെ, ആദ്യം ഒരാളെ അക്വിറ്റ് ചെയ്തു. അക്വിറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ? ഒരാളെ കുറ്റവിമുക്തനാക്കുന്നതിനാണ് അക്വിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഓർഡറിനെതിരെ ഒരാൾ അപ്പീൽ കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ഇപ്പം ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ടായി, ഒരു ക്രിമിനൽ കേസ് ആയിരുന്നു. അപ്പം കോടതി, ഒരു ലോവർ കോടതി വല്ലതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതി എന്ത് ചെയ്തു? അയാളെ അക്വിറ്റ് ചെയ്തു, അയാളെ കുറ്റവിമുക്തനായി. അപ്പൊ ഞാൻ ആ ഒരു ഓർഡറിനെതിരെ ഒരു പ്ലീ കൊടുക്കുകയാണ്. ഓക്കെ, അത് എന്ത് ചെയ്തു? ഹൈക്കോടതി ആ ഒരു പ്ലീ റെഫ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. A further appeal can be made by the state with the leave of the High Court. Option B, a further appeal can't be made by the state in such case. Option C, a further appeal can be made by the state subject to restrictions provided in section 419. Option D, a further appeal can be made by the state with the directions of the appropriate authority. ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരാം? ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. A further appeal can't be made by the state in such cases. കാരണം this question relates to appeals against acquittal under section 417 of the Code of Criminal Procedure, CRPC, or 419 of Bharatiya Nagarik Suraksha Sanhita, BNSS. Okay, ഇപ്പൊ നമ്മൾ BNSS കേസാണ് നോക്കുന്നത്. സോ അണ്ടർ CRPC അല്ലെങ്കിൽ BNSS നോക്കുമ്പോൾ സബ്സെക്ഷൻ 1 എന്താ പറയുന്നത്? The state government can direct the public prosecutor to present an appeal to the High Court from an order of acquittal. സ്റ്റേറ്റ് ഗവൺമെന്റിന് പബ്ലിക് പ്രോസിക്യൂട്ടറിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരു അപ്പീൽ, ഹൈക്കോടതിയിൽ ഒരു ഓർഡർ ഓഫ് അക്വിറ്റൽ. അതായത് ഇപ്പൊ നമ്മൾ റീസെന്റ് നടന്നൊരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കുറച്ച് ആൾക്കാരെ കുറ്റവിമുക്തരായിട്ട് വിട്ടു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ കോടതിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ദാറ്റ് ഹൈക്കോടതിയിൽ പോയിട്ട് അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ എന്നുള്ളത് ആർക്ക് പറയാൻ പറ്റും? സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനത്തെ ഒരു ആക്ഷനും എടുത്തു അല്ലെ? സ്റ്റേറ്റ് ഗവൺമെന്റിന് പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ സബ്സെക്ഷൻ 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ, a private complaint can also be applied for special leave to appeal against acquittal, but only with the permission of the High Court. So സബ്സെക്ഷൻ 3 എന്താണ് പറയുന്നത്? ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് അങ്ങനെ കൊടുക്കുമ്പോൾ ഇറ്റ് ക്യാൻ ഓൾസോ ഫോർ സ്പെഷ്യൽ ലീവ് ആണെങ്കിൽ to appeal against acquittal, but only with the special leave of the High Court. ഒരു പ്രൈവറ്റ് കംപ്ലൈന്റിന്റെ കേസ് എടുക്കുമ്പോൾ ഈ സ്പെഷ്യൽ ലീവ് കൊടുക്കാൻ പറ്റും. പക്ഷേ അവിടെ എന്ത് വേണം? ഹൈക്കോർട്ടിന്റെ പെർമിഷൻ വേണം. അല്ലെങ്കിൽ ഇവിടെ ലീവ് എന്ന് ഉദ്ദേശിക്കുന്ന പെർമിഷനെയാണ്. ഹൈക്കോർട്ടിന്റെ പെർമിഷനോട് കൂടിയാണ് ഒരു പ്രൈവറ്റ് കംപ്ലൈന്റിന്റെ കാര്യം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇഫ് ദ ഹൈക്കോർട്ട് റെഫ്യൂസസ് ടു ഗ്രാന്റ് സ്പെഷ്യൽ ലീവ്, ഹൈക്കോടതി ആ സ്പെഷ്യൽ ലീവ് തരില്ല, അല്ലെങ്കിൽ അത് ആ ഒരു ഗ്രാന്റ് റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് റെഫ്യൂസൽ ഈസ് ഫൈനൽ ആണ്. നോ ഫർദർ അപ്പീൽ. പിന്നെ അതിനുശേഷം സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെതിരെ പിന്നെയും പോയിട്ട് സ്പെഷ്യൽ ലീവോ അല്ലെങ്കിൽ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഹൈക്കോടതി പറയാണ് ഓക്കെ, ആ അക്വിറ്റൽ കേസ് അക്വിറ്റഡ് ആണ്, ഇനി അതിനൊന്നും ഇല്ല എന്ന് പറയാണ്, അപ്പീൽ ചെയ്യണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് ഫൈനൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരാളെ കുറ്റവിമുക്തനാക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈക്കോടതിയിൽ പോയിട്ട് ഓക്കെ, ആ ഓർഡർ അങ്ങനെ വിടരുത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഹൈക്കോടതി പറയാനില്ല. ഹൈക്കോടതി ആ ഒരു
മറ്റേ ഓർഡർ ഓഫ് അക്വിറ്റൽ അപ്ഹെൽഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു വിധി ഫൈനലായിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അതാണ് ആ ഒരു കേസിൽ പറയുന്നത്, സോറി ആ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ ലീഗൽ പ്രിൻസിപ്പിൾ എന്താണ്? Once the High Court refuses special leave to a private complainant to appeal against an acquittal, the state cannot file a further appeal in the same manner. ആ സെയിം കേസിൽ നമുക്ക് പിന്നെയും പോയിട്ട് ഫർദർ അപ്പീൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദ അക്വിറ്റൽ ഹാസ് ഓൾറെഡി ബീൻ കൺഫേംഡ്. അവിടെ ആ ഒരു അക്വിറ്റൽ അവിടെ കൺഫേം ആയി. ആൻഡ് ദ കേസ് ഹാസ് അറ്റൈൻഡ് ഫൈനാലിറ്റി. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഫർദർ അപ്പീൽ കാണ്ട് ബി മെയ്ഡ് ബൈ ദി സ്റ്റേറ്റ് ഇൻ സച്ച് കേസ് എന്നാണ് വരാം. എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ, if a private complainant tries to appeal against an acquittal and the High Court refuses permission, the case is closed. The state cannot later come in and try to appeal the same acquittal because that would defeat the purposes of the High Court's final decision. And High Court ഒരു ഫൈനൽ ഡിസിഷൻ പറഞ്ഞിട്ട് പിന്നെയും നമ്മളത് ഒരു സ്പെഷ്യൽ ലീവിനകത്ത് കൊണ്ടാന്ന് വെച്ചാൽ അത് ഹൈക്കോർട്ടിന്റെ ഡിസിഷനെതിരെ പോകുന്ന പോലെയാണ്. ബിക്കോസ് ഹൈക്കോർട്ട് അവിടെ നോ പറഞ്ഞു, പിന്നെയും നമുക്കത് പിന്നെ സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെ ഇത് പോവാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ സെക്ഷൻ 396 ക്ലോസ് 2 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CPC ആണ്, വിച്ച് ഓഫ് ദി അതോറിറ്റീസ് ഓതറൈസ്ഡ് ടു ഡിസൈഡ് ക്വാണ്ടം ഓഫ് കോമ്പൻസിയേഷൻ. അതായത് ഈ ചില കേസുകൾ നമ്മൾ ഒന്നുകിൽ വിക്ടിമിനോ അല്ലെങ്കിൽ ഇപ്പോ എനിക്കെതിരെ ഒരു കേസ് വന്നു, പക്ഷെ ഇതൊരു കള്ള കേസായിരുന്നു, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തരേണ്ടി വരും? കോമ്പൻസേഷൻ തരേണ്ടി വരും. കാരണം എന്റെ മേലെ വെറുതെ ഒരു കേസ് എടുത്തു എന്ന് പറഞ്ഞിട്ട്. സോ ആ ക്വാണ്ടം ഓഫ് കോമ്പൻസേഷൻ ആരാണ് തീരുമാനിക്കുന്നത്? ഓപ്ഷൻ എ, സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ഓർ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി. ഓപ്ഷൻ ബി, സെഷൻസ് ജഡ്ജ്. ഓപ്ഷൻ സി, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ഓപ്ഷൻ ഡി, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ഓർ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ആണ് വരുന്നത്. ഇതിനകത്ത് വരുന്ന സെക്ഷൻ ആണ് 396 ക്ലോസ് 2 ഓഫ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിനകത്താണ് വരുന്നത്. സെക്ഷൻ 396 ക്ലോസ് 2. ഓക്കെ, BNSSനകത്ത് സെക്ഷൻ 396 പറയുന്നത്. So this section deals with order to pay compensation to victims of crime or to accused persons wrongfully prosecuted. ഒന്നെങ്കിൽ വിക്ടിംസിന് അല്ലെങ്കിൽ wrongfully prosecute ചെയ്യപ്പെട്ട അക്യൂസ്ഡ് പേഴ്സൺസിന് കൊടുക്കണ കോമ്പൻസേഷൻ അത് ഓർഡർ ചെയ്യുന്നത് ആരാണ്? സോ സെക്ഷൻ 396 ക്ലോസ് 1 പറയുന്നത്, empowers the court to recommend payment of compensation to a person who has suffered loss or injury due to the crime or wrongful prosecution. അതായത് ക്ലോസ് 1 പറയുന്നത് എന്താ വെച്ചാല്, കോടതിക്ക് റെക്കമെൻഡ് ചെയ്യാം ദാറ്റ് ഓക്കെ ഈ വിക്ടിമിന് പൈസ കൊടുക്കണോ അല്ലെങ്കിൽ ഈ അക്യൂസിന് പൈസ കൊടുക്കണോ എന്നുള്ള കാര്യം ആരായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്? കോടതി ആയിരിക്കും ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം പറയുന്നത്. ആൻഡ് സെക്ഷൻ 396 ക്ലോസ് 2 പറയുന്നത് the quantum, അതായത് the amount of compensation is to be decided by the legal service authority. അതിനെ നമ്മൾ SLSA അല്ലെങ്കിൽ DLSA എന്ന് പറയാറുണ്ട്. സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ആയിരിക്കും എത്ര amount കൊടുക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആർക്ക് കൊടുക്കണം? വിക്ടിമിന് കൊടുക്കണോ അതോ കള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ അക്യൂസ്ഡിന് കൊടുക്കണോ എന്നുള്ളത് കോടതി ആയിരിക്കും പറയുന്നത്. അത് എത്ര കൊടുക്കണം എന്നുള്ളത് പറയുന്നത് ഒന്നെങ്കിൽ DLSA അല്ലെങ്കിൽ SLSA ആയിരിക്കും പറയുന്നത്. These authorities function under the Legal Service Authorities Actന്റെ അണ്ടറിലാണ് ഈ രണ്ട് അതോറിറ്റീസും ഫങ്ഷൻ ചെയ്യുന്നത്. And are responsible for determining and disbursing compensation under the Victim Compensation Schemeന്റെ അണ്ടറിലാണ് ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. So when a court orders compensation to a victim or a wrongfully prosecuted person, it doesn't decide that exact amount okay, ആ ഒരു എക്സാക്ട് എമൗണ്ട് കോടതി പറയില്ല, ഇത്ര രൂപ വെച്ച് നിങ്ങൾ കൊടുക്കണം എന്നുള്ളത് പറയില്ല. പകരം ഇറ്റ് റെഫേഴ്സ് ദ മാറ്റർ ടു ദ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി അല്ലെങ്കിൽ DLSAക്ക് കൊടുക്കും, who will calculate and decide the amount based on the scheme framed by the state government. So ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ആണ് എത്ര എമൗണ്ട് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ,
അതിനൊരു എക്സാമ്പിൾ ആണ്. ഇഫ് എ പേഴ്സൺ ഈസ് റോങ്ഫുള്ളി കൺവിക്റ്റഡ് ആൻഡ് ലേറ്റർ അക്വിറ്റഡ്, ഒരാളെ നമ്മൾ എന്ത് ചെയ്തു, റോങ്ഫുള്ളി അയാൾ ഒരു കുറ്റം ചുമത്തി, ശേഷം എന്ത് കണ്ടുപിടിച്ചു ദാറ്റ് അയാൾ ഒന്നും ചെയ്തിട്ടില്ല, അയാൾ അക്വിറ്റ് ചെയ്തു. ദ കോർട്ട് മേ റെക്കമെൻഡ് കോമ്പൻസേഷൻ. കോർട്ട് എന്ത് ചെയ്യും, അയാളുടെ ഇതിൽ എഴുതുകയാണ് ദാറ്റ് എന്റെ മേലെ ആവശ്യമില്ലാതൊരു കുറ്റം കൊണ്ടുവന്നു. അപ്പൊ അതിന് നമുക്കറിയാം ഈ കേസ് നടത്താനൊക്കെ അയാളുടെ കയ്യിൽ നിന്ന് കുറെ പൈസ ഒക്കെ ചെലവായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾക്ക് മെന്റലി കുറെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാകും. അതിന് പരിഹാരമായിട്ട് കോമ്പൻസേഷൻ വേണമെന്നൊക്കെ പറയും. അപ്പോ DLSA അല്ലെങ്കിൽ SLSA then determines how much compensation that person should receive എന്നുള്ളത് അവര് തീരുമാനിക്കും. നെക്സ്റ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 43. മാർക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ചെയ്യാനാണ്. സെക്ഷൻ 96 ആൻഡ് സെക്ഷൻ 97 of the BNSS expressly confers the power to seize the document and thing searched. Option B, search warrant with section 96 and 97 BNSS can only be issued to any police officer above the rank of constable. Option C, both A and B are correct statement. Option D, both A and B are incorrect statement. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ആൻസർ എ ആണ്. യെസ്, 96 97 എന്ത് പറയുന്നു, എക്സ്പ്രസ്ലി കൺഫേഴ്സ് ദ പവർ ടു സീസ് ദ ഡോക്യുമെന്റ്. അതായത് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഡോക്യുമെന്റോ അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ പിടിച്ചെടുക്കുന്നത് എക്സ്പ്രസ്ലി ആ ഒരു പവർ കൊടുക്കുന്നുണ്ട്. സെക്ഷൻ 96 and 97 of BNSS expressly confer the power to seize the document and things സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് എന്തെങ്കിലും സാധനങ്ങളോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് സീസ് ചെയ്ത് വെക്കാനുള്ള പവർ പോലീസിന് കൊടുത്തിട്ടുണ്ട്. These sections do empower authorities to search and seize documents or things required for an investigation or trial. പോലീസിന് മാത്രമല്ല, ഇപ്പം ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഇപ്പൊ CBI ഏത് അതോറിറ്റി ആയാലും അവർക്ക് അത് സീസ് ചെയ്ത് വെക്കാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. സോ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സെക്ഷൻ 96 97 ആ ഒരു പവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. സ്റ്റേറ്റ്മെന്റ് ബി തെറ്റാണ്. കാരണം സെർച്ച് വാറന്റ് അണ്ടർ 96 and 97 BNSS can only be issued to a police officer above the rank of constable എന്നാണ് അതിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒന്നുമില്ല. That law doesn't restrict the search warrant to officers above the rank of constable. A magistrate may authorize any police officer to execute it. മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഏത് പോലീസ് ഓഫീസറിന് വേണമെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യാം എന്ന് പറയാൻ പറ്റും. ഇന്ന റാങ്കിന് മേലെ എന്നൊന്നും ഇല്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. When after hearing the evidence of prosecution and the accused in a trial on charge for 5 offences, each punishable with imprisonment that may extend to 3 years, the Chief Judicial Magistrate is of the opinion that the accused is guilty, he may. അതായത് ഒരാളുടെ ഇത് കേട്ടു, ഹിയറിംഗ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് അതിന്റെ ശിക്ഷ നോക്കുന്ന സമയത്ത് അയാൾ 5 ഒഫൻസസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ 5 ഒഫൻസസിനകത്ത് ഓരോ ഒഫൻസിനും 3 വർഷം വെച്ചിട്ടാണ് ഇയാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത്. ആൻഡ് കോൺസിക്യൂട്ടീവ്ലി ആണ് ഇയാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത്. കോൺസിക്യൂട്ടീവ്ലി എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 വർഷം കഴിഞ്ഞിട്ട് അടുത്ത 3 വർഷം, അത് കഴിഞ്ഞിട്ട് അടുത്ത 3 വർഷം, അങ്ങനെയാണ് പോകുന്നത്. സോ 5 × 3 15 വർഷത്തേക്കാണ് പോകുന്നത്. ഈ കേസ് ഹിയറിംഗ് ചെയ്യുന്നത് ഏത് കോടതിയിലായിരുന്നു, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കോടതിയിലാണ്. അപ്പൊ നമുക്കറിയാം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 7 വർഷം വരെ എന്ത് കൊടുക്കാനുള്ള ഇതുള്ളൂ, ശിക്ഷ കൊടുക്കാനുള്ള അധികാരമുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷൻസ്. Pass a judgment of conviction and sentence him to terms of imprisonment on each count, directing it to run consecutively but such that the aggregate punishment does not exceed 20 years of imprisonment. Option B, pronounce the judgment of conviction and then submit the keys to court of session if he is of the opinion that the case merits punishment more severe than he is empowered to inflict. Option C, both A, B correct. Option D, both incorrect എന്നാണ്. സോ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ജഡ്ജ് എന്ത് ചെയ്യാൻ പറ്റും, കൺവിക്റ്റ് ആണ്, ആള് പ്രതിയാണ് എന്ന് പറയാൻ പറ്റും, പക്ഷെ ശിക്ഷ കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ CJMന്റെ പവറിന് മേലെയാണ് വരുന്നത്.
The Chief Judicial Magistrate, CJM, can impose a maximum sentence of 7 years ആണ് മാക്സിമം ഇംപ്രിസൺമെന്റ് കൊടുക്കാൻ പറ്റുന്നത് ആസ് പെർ BNSS അല്ലെങ്കിൽ CRPC വെച്ച് നോക്കുമ്പോൾ. In the question, each offense is punishable for 3 years ആണ് and there are 5 offense. So the CJM then run consecutively ആണ് കേസ് ശിക്ഷ കൊടുക്കുന്നത്. അപ്പൊ ടോട്ടൽ 15 വർഷത്തേക്ക് വരും, which is beyond his power. Therefore, he cannot pass such a sentence himself. Instead, he must pronounce conviction and refer the case to the session court for proper sentencing. Option B പറഞ്ഞതാണ് കറക്റ്റ് ആയിട്ട് വരാം. മൂപ്പര് കൺവിക്റ്റ് ആണ്, പ്രതി കൺവിക്റ്റ് ആണെന്ന് നമ്മൾ പറയും. എന്നിട്ട് എന്താ ചെയ്യുക, ആ ഒരു കേസ് സെഷൻസ് കോടതിയിലേക്ക് വിധി പറയാൻ ശിക്ഷ പറയാനായിട്ട് സെഷൻസ് കോടതിയിലേക്ക് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞ CJMന് മൂപ്പറുടെ ജുറിസ്ഡിക്ഷന് പെക്യൂനറി ജുറിസ്ഡിക്ഷൻ അല്ല, ഇത് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ കൊടുക്കാൻ പറ്റുന്ന ജുറിസ്ഡിക്ഷന് അപ്പുറമാണ്. സോ അതുകൊണ്ട് അത് പറ്റില്ല, സെഷൻസ് കോടതിയിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 45 ആണ്. FIR is option A, not a substantive piece of evidence. However, the minutest detail are required to be recorded therein. Option B, a substantive piece of evidence and the minutest details are required to be recorded therein. Option C, a substantive piece of evidence, however, the minutest details are not required to be recorded therein. Option D, not a substantive piece of evidence and there is no requirement of minutest detail to be recorded therein. ഇതിൽ ഏതാണ് FIR വരുന്നത്? ഓപ്ഷൻ ഡി ആണ് FIR വരുന്നത്. നോട്ട് എ സബ്സ്റ്റാൻറ്റീവ് പീസ് ഓഫ് എവിഡൻസ് ആൻഡ് ദർ ഇസ് നോ റിക്വയർമെന്റ് ഓഫ് മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽ ടു ബി റെക്കോർഡഡ് therein. കാരണം FIR എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ഇസ് നോട്ട് എ സബ്സ്റ്റാൻറ്റീവ് പീസ് ഓഫ് എവിഡൻസ് അല്ല. സബ്സ്റ്റാൻറ്റീവ് പീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വെച്ചിട്ട് ഒരു FIR നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാളെ പോയിട്ട് അയാൾ കൺവിക്റ്റ് ആണെന്നുള്ളത് ഒരു പ്രൈമറി അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രൂഫ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതാണ് സബ്സ്റ്റാൻറ്റീവ് പീസ് അല്ല എന്ന് പറയുന്നത്. സബ്സ്റ്റാൻറ്റീവ് പീസ് എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് അയാളെ പ്രതിയാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാൾ ഒരു ഡയറക്റ്റ് പ്രൂഫ് ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ ഒരു FIR ഒരു ഡയറക്റ്റ് പ്രൂഫ് അല്ല. പകരം ഒരു കൊറോബറേറ്റീവ് അല്ലെങ്കിൽ കോൺട്രഡിക്റ്റീവ് പ്രൂഫാണ്. കൊറോബറേറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അതാണ് കൊറോബറേറ്റീവ് പ്രൂഫ്. അല്ലെങ്കിൽ കോൺട്രഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ഏതെങ്കിലും വിറ്റ്നസ് വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ആൻഡ് FIRൽ വേറെ എന്തെങ്കിലും ആണ് എഴുതിയേക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആണ് എഴുതിയേക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കോൺട്രഡിക്റ്റ് ചെയ്യാം. FIRന് ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ നമുക്കതൊരു കോൺട്രഡിക്റ്റീവ് പ്രൂഫ് ആയിട്ട് വെക്കാം. അതാണ് പറഞ്ഞത്, ഒന്നെങ്കിൽ കൊറോബറേറ്റ് അല്ലെങ്കിൽ കോൺട്രഡിക്റ്റ് ആയിട്ടാണ് FIR യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലാണ്ട് ഒരു സബ്സ്റ്റാൻറ്റീവ് പ്രൂഫ് അല്ല. The informant under section 157 or 145 of the Indian Evidence Act. Also, it is not necessary to include every minute detail of the offense in the FIR. FIRൽ എല്ലാ minute detailum കൊടുക്കണം എന്നില്ല. നമുക്കറിയാം ചില മിക്ക കേസുകളിലും ചിലപ്പോൾ ഒരു ഫോൺ കോളെന്നോ, അതിപ്പോ വെറുതെ ഒരു ഫോൺ കോൾ അല്ല, ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഫോൺ കോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ FIR ആക്കി എടുക്കും. ആ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാണ്ട് അതിനകത്ത് എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിലും വേണമെന്നില്ല. ഇറ്റ് ഓൺലി നീഡ്സ് ടു കണ്ടെയ്ൻ ദ ബേസിക് ഫാക്ട്സ് ഡിസ്ക്ലോസിങ് എ കൊഗ്നൈസബിൾ ഒഫൻസ്. ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന ബേസിക് ഫാക്ടുകൾ മാത്രം ഇതിൽ പറഞ്ഞാൽ മതിയാകും. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 46. Criminal procedure is a matter in the dash list of the 7th schedule to the Constitution of India. Option A, union list. Option B, state list. Option C, concurrent list. And option D, residuary list. അത് ഏത് ലിസ്റ്റിലാണ് ക്രിമിനൽ പ്രൊസീജിയർ വരുന്നത്? ഓപ്ഷൻ സിയിലാണ് ആ ഒരു ലിസ്റ്റ് വരുന്നത്. എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. Criminal procedure is included in the concurrent list of the 7th schedule to the Constitution of India. This means both the Parliament and the state legislature have the power to make laws of criminal procedure. Concurrent list എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റിന് മാത്രം എംപവർ ചെയ്യാൻ പറ്റുന്നത്. യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ യൂണിയന് മാത്രം. കൺകറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ രണ്ടാൾക്കും പവർ ഉള്ളതിനെയാണ് നമ്മൾ
കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്പെസിഫിക്കലി മെൻഷൻഡ് അണ്ടർ എൻട്രി 2 ഓഫ് ദ കൺകറന്റ് ലിസ്റ്റ് എന്ത് ക്രിമിനൽ പ്രൊസീജിയർ ഇൻക്ലൂഡിംഗ് ഓൾ മാറ്റേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്നുള്ളത് എൻട്രി 2 ഓഫ് കൺകറന്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ ക്രിമിനൽ പ്രൊസീജിയർ വരുന്നത് ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റ് ഓഫ് 7th ഷെഡ്യൂൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് provision of an act provides for a minimum sentence of 6 months imprisonment. After plea bargaining, a magistrate awarded imprisonment till rising of the court and fine of rupees 300. The aforesaid sentence is. അപ്പൊ എന്താണ് നമുക്ക് പ്ലീ ബാർഗനിങ് എന്ന് വെച്ചാൽ എന്താ? ചില സമയത്ത് പ്രതികള് കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്യും? കുറ്റം സമ്മതിക്കും. കുറ്റം സമ്മതിച്ചിട്ട് പറയും ഞാൻ ഈ കുറ്റം ചെയ്തു പോയി, പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇളവ് തരണം, ഞാൻ ആദ്യമായിട്ട് കുറ്റം ചെയ്യാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് എനിക്ക് ആ കുറ്റത്തിന് എന്തെങ്കിലും ഇളവ് ചെയ്തു തരണം എന്ന് പറയുന്നതിനാണ് പ്ലീ ബാർഗനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും അങ്ങനെ ഒരു പ്ലീ ബാർഗനിങ് ചെയ്തേക്കാണ്. അപ്പൊ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ്. As trial court and high court has the power to bypass the minimum sentence prescribed under the law on the basis of plea bargaining. Option B, not correct, as only High Court has the power to bypass the minimum sentence preferred under the law on the basis of plea bargaining. Option C, not correct, as neither trial court nor the High Court has the power to bypass the minimum sentence prescribed under the law on the basis of plea bargaining. Option D, correct, as the trial court has the power to bypass the minimum sentence prescribed under the law on the basis of plea bargaining. ഇതിൽ ആൻസർ വരാ എ ആണ് ആൻസർ ആയിട്ട് വരാ. കറക്റ്റ്. ആസ് ട്രയൽ കോർട്ടിനും ഹൈക്കോർട്ടിനും എന്തുണ്ട്? ഹാസ് ദ പവർ ടു ബൈപാസ് ദി മിനിമം സെന്റൻസ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ദ ലോ ഓൺ ദ ബേസിസ് ഓഫ് പ്ലീ ബാർഗെയിനിങ്ങിന്റെ ഭാഗമായിട്ട് മിനിമം സെന്റൻസ് കൊടുക്കാനുള്ള അവകാശം ആർക്കൊക്കെ ഉണ്ട്? ട്രയൽ കോർട്ടിനുമുണ്ട്, ഹൈക്കോർട്ടിനുമുണ്ട്. Under section 21A of the Bharatiya Nagarik Suraksha Sanhita BNSS, plea bargaining allows the court to impose lesser sentence than the minimum prescribed if a mutually satisfactory disposition has been reached between the accused and the prosecution. Accused ഉം prosecution ഉം അങ്ങനെ ഒരു mutually satisfactory disposition എത്തുകയാണെന്നുണ്ടെങ്കിൽ പ്ലീ ബാർഗെയിനിങ് വഴി ഒരു മിനിമം സെന്റൻസ് അല്ലെങ്കിൽ ഒരു ലെസർ സെന്റൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ. ലെസർ സെന്റൻസ് ദാൻ ദ മിനിമം പ്രിസ്ക്രൈബ്ഡ്. മിനിമം പ്രിസ്ക്രൈബ്ഡിനെ കാട്ടിയും ലെസർ സെന്റൻസ് കൊടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. ദിസ് പവർ ക്യാൻ ബി എക്സസൈസ്ഡ് ബൈ ബോത്ത് ദ ട്രയൽ കോർട്ട്, മജിസ്ട്രേറ്റിനും കൊടുക്കാം അതുപോലെ തന്നെ ഹൈക്കോർട്ടിനും കൊടുക്കാൻ പറ്റും, വൈൽ അപ്രൂവിംഗ് ദ പ്ലീ ബാർഗെയിനിങ് എഗ്രിമെന്റ്. Hence, the magistrate's act of awarding imprisonment till the rising of the court and fine is valid and lawful. Option A correct ആണെന്നാണ് പറയുന്നത്. ബിക്കോസ് അങ്ങനെ പ്ലീ ബാർഗെയിനിങ് വഴി കൊടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Additional Sessions Judge is appointed by Option A, Supreme Court. Option B, High Court. Option C, State Government. Option D, none of the above. Option വരുന്നത് C ആണ്, State Government. Under Section 9 Clause 2 of the Bharatiya Nagarik Suraksha Sanhita, the state government appoints additional sessions judge and assistant sessions judge only after consultation with the high court. അപ്പം ഹൈക്കോടതി ആയിട്ട് കൺസൾട്ടേഷന് ശേഷം ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ആരെയൊക്കെ? അഡീഷണൽ സെഷൻസ് ജഡ്ജിനെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. only after the consultation with the High Court. And ഇത് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 9 Clause 2 of BNSS. CRPCയിലും സെയിം സെക്ഷൻ 9 Clause 2 തന്നെയാണ് ഇത് പറഞ്ഞത്. സോ അപ്പോയിന്റിംഗ് അതോറിറ്റി ഇവിടെ ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. കൺസൾട്ടേഷൻ അതോറിറ്റി ആണ് ഹൈക്കോർട്ട്. ആരെയാണ്? അഡീഷണൽ സെഷൻസ് ജഡ്ജ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജിന്റെ കേസിൽ. നെക്സ്റ്റ് 49th ക്വസ്റ്റ്യൻ ആണ്. In which of the following cases the High Court cannot act under its inherent powers? Inherent പവറിന്റെ അണ്ടറിൽ ഹൈക്കോർട്ടിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാട്ടോ പറഞ്ഞേക്കുന്നത്. A, to grant a bail.
B, to exempt an accused from appearing in the court. C, to quash a proceeding where the allegations in the complaint did not make out the alleged offense. Option D, to entertain applications which are not contemplated by the court. ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ടു ഗ്രാൻഡ് എ ബെയിൽ. ബിക്കോസ് ഓപ്ഷൻ എ ബെയിൽ ഗ്രാൻഡ് ചെയ്യുന്നത് ഇൻഹെറന്റ് പവേഴ്സിലല്ല വരുന്നത്, അതുകൊണ്ടാണ്. ദ ഇൻഹെറന്റ് പവേഴ്സ് ഓഫ് ദ ഹൈക്കോർട്ട് ആർ ഗിവൺ അണ്ടർ സെക്ഷൻ 482 ഓഫ് CRPC അല്ലെങ്കിൽ സെക്ഷൻ 528. ഇപ്പോഴത്തെ സെക്ഷൻ ഏതാ? 528 ഓഫ് BNSSലാണ് ഇൻഹെറന്റ് പവേഴ്സിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് ഇൻഹെറന്റ് പവേഴ്സ് എന്ന് പറഞ്ഞാല്? ആദ്യം പ്രിവെന്റ് അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് എനി കോർട്ട്. ഏതെങ്കിലും ഒരു കോടതി പ്രോസസ് അബ്യൂസ് ചെയ്തത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പവർ. ഇൻഹെറന്റ് പവർ ആദ്യത്തെ എന്താണ്? പ്രിവെന്റ് അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് എനി കോർട്ട്. ആൻഡ് രണ്ടാമത്തത് സെക്യൂർ ദി എൻഡ്സ് ഓഫ് ജസ്റ്റിസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഹൗവെവർ, the High Court cannot use its inherent power to do something that is specifically provided for elsewhere in the court. അതായത് ഈ പറഞ്ഞ കോഡ് ഇപ്പോഴത്തെ BNSSൽ ഓൾറെഡി സ്പെസിഫിക്കലി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ ഇൻഹെറന്റ് പവറിന്റെ അണ്ടറിൽ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഈ ബെയില് ഗ്രാൻഡ് ചെയ്യുക, ജാമ്യം കൊടുക്കുക എന്നുള്ളത് ഒരു സ്പെസിഫിക്കലി വേറൊരു പ്രൊവിഷനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ അത് പിന്നെയും ഇൻഹെറന്റ് പവറിന്റെ അണ്ടറിൽ ആർക്ക് കൊണ്ടുവരാൻ പറ്റില്ല? നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. സച്ച് ആസ് ഗ്രാൻഡിങ് ബെയിൽ വിച്ച് ഈസ് ഗവേൺഡ് ബൈ സ്പെസിഫിക് പ്രൊവിഷൻസ്. സെക്ഷൻ 436 to 439 ഓഫ് CRPCയിൽ ഗ്രാൻഡിങ് ബെയിലിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് അത് എന്തിന്റെ അണ്ടറിൽ വരില്ല? ഇൻഹെറന്റ് പവറിന്റെ അണ്ടറിൽ വരില്ല. ബിക്കോസ് ഇത് ഓൾറെഡി സ്പെസിഫിക്കലി മറ്റൊരു പ്രൊവിഷനകത്ത് പറഞ്ഞത് കൊണ്ട്. Therefore, the High Court cannot act under its inherent powers to grant bail, since bail is already covered under a detailed procedure. മറ്റൊരു ഡീറ്റെയിൽഡ് പ്രൊസീജിയറിനകത്ത് ഓൾറെഡി ബെയിലിനെ പറ്റി പറയുന്ന അല്ലെങ്കിൽ ബെയിൽ ഗ്രാൻഡ് ചെയ്യുന്ന പറ്റിയിട്ട് പറയുന്നത് കൊണ്ട് അത് ഇൻഹെറന്റ് പവറിന്റെ അണ്ടറിൽ വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻ എ അവിടെ സെലക്ട് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 50. ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which of the following is not open to revision? റിവിഷനകത്ത്, റിവിഷൻ എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഏതെങ്കിലും ഒരു തീരുമാനം വന്നു കഴിഞ്ഞിട്ട്, കോടതി ഇപ്പം ഹൈക്കോടതിക്കൊക്കെയാണ് റിവിഷന്റെ ഇതുള്ളത്. അപ്പം കോടതി എന്ത് ചെയ്യുന്നു? ഒരു വിധി പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അതിന് ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ കൊടുക്കുന്നതിനാണ് റിവിഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ റിവിഷൻ ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ ഒരു റിവിഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഏതാണ്? An order granting interim maintenance. Option B, an order of adjournment. Option C, an order for taking cognizance of an offense. Option D, an order under section 187. ഇതിൽ ഏതായിരിക്കും ആൻസർ വരാ? ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്, an order of adjournment. കാരണം the court is adjourned എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു കേസ് is adjourned എന്ന് പറയുമ്പോൾ ഈ ഒരു കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് ആ കേസിന്റെ അവസാനത്തെ വിധിയൊന്നും അല്ല, മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിവിഷൻ ഫയൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിന്റെ അവസാന വിധി വന്നിട്ടില്ല, ജസ്റ്റ് ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അണ്ടർ സെക്ഷൻ 397 clause 2 ഓഫ് ദ CRPC അല്ലെങ്കിൽ സെക്ഷൻ 422 clause 2 ഓഫ് ദ BNSS, the powers of revision shall not be exercised in relation to any interlocutory order. അതായത് കുറച്ചു നാളത്തേക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും ഓർഡറിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പവർ ഓഫ് റിവിഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. ആൻ ഓർഡർ ഓഫ് അഡ്ജോൺമെന്റ് എന്താണ്? പ്യൂർലി ഇന്റർലോക്യൂട്ടറി ആണ്. ഇറ്റ് ഡസ് നോട്ട് ഡിസൈഡ് ഓർ അഫക്ട് എനി റൈറ്റ് ഓഫ് ദ പാർട്ടീസ് ആൻഡ് ഇറ്റ്സ് ഓൺലി എ ടെമ്പററി പ്രൊസീജറൽ സ്റ്റെപ്പ് മാത്രമാണ്. അത് ഒരു പാർട്ടിയുടെയും റൈറ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. Therefore, it cannot be challenged in revision before a higher court. ഒരു ഹയർ കോടതിയിൽ നമുക്ക് ഒരിക്കലും അത് റിവിഷൻ അണ്ടറിൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇൻ കോൺട്രാസ്റ്റ് നമ്മൾ ഓപ്ഷൻ സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ an order taking cognizance is not purely interlocutory അല്ല, as it initiates proceedings initiate ചെയ്യുന്നത് കൊണ്ട്. സോ ടെക്നിക്കലി ഇറ്റ് ക്യാൻ ബി റിവ്യൂഡ് ഇൻ ലിമിറ്റഡ് സർക്കംസ്റ്റൻസ്. അത് ഓപ്ഷൻ സി ആണ്. സോ അതൊക്കെ എന്താണ്? നമുക്ക് പിന്നെയും റിവൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്റർലോക്യൂട്ടറി ഓർഡറിനകത്ത് വരുന്നതാണ് എന്ത്? അഡ്ജോൺമെന്റ്. ഓർഡർ ഓഫ് അഡ്ജോൺമെന്റ് എന്ന് പറയുന്നത്
സോ അതുകൊണ്ട് അത് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല.